Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Good evening, ma'am. Good evening. Sophia. Good Good evening, evening, ma'am. ma'am. Good Good evening. evening, ma'am. Good evening, ma'am. Good evening. Good evening, Yakshi. Good evening, ma'am. Good evening. മിസ്സേ ക്ലാസ് റൂമിൽ പിന്നെ സെൻഡ് ചെയ്യാൻ പറ്റണില്ലല്ലോ ബാക്കി ആക്ടിവിറ്റീസ്. സബ്മിറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. സബ്മിറ്റ് ചെയ്യാൻ പറ്റണില്ല. 4 ചെയ്തായിരുന്നു, ബാക്കി ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യാൻ നോക്കിയപ്പോ അതില് പറ്റണില്ല, ഹാൻഡിങ് കാണിക്കുക. ഹാൻഡിങ് ആണെങ്കിൽ അങ്ങനെ ഹാൻഡിങ്ങും പിന്നെ വേറൊരു ഓപ്ഷനും കൂടിയാണല്ലോ നിങ്ങൾക്ക് വരാറ്. മൊബൈലിൽ നിന്നാണെങ്കിൽ ഒന്ന്, സിസ്റ്റത്തിൽ നിന്നാണെങ്കിൽ വേറെ. മറ്റോടൊന്നും ആഡ് വർക്ക് കാണിക്കാറുണ്ട്, ഇത് ആഡ് വർക്ക് കാണിക്കണില്ല. ആണോ? ജിനിമോൾക്കാണെങ്കിൽ ഒട്ടും ഒന്നും അയക്കാൻ പറ്റണില്ല, സെൻഡ് ആവണേ ഇല്ല. ഓക്കെ, ഞാൻ സാറിനോട് പറയാം. അതിന്റെ ടെക്നിക്കൽ കാര്യങ്ങൾ സാറാണ് ഹാൻഡിൽ ചെയ്യുന്നത്. എങ്ങനെയാണെന്നുള്ളത് ഗ്രൂപ്പിൽ നിന്ന് നമ്പർ എടുത്തിട്ട് ഒരു മെസ്സേജ് അയച്ചിരുന്നു, പക്ഷെ അതിന് റീപ്ലൈ ഒന്നും തന്നിട്ടില്ല. പുതിയൊരു ഗ്രൂപ്പ് തുടങ്ങിയിട്ടുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു നമ്പർ എടുത്തിട്ട് കൊടുത്തായിരുന്നു, അഡ്മിന്റെ നമ്പറിലെ. പക്ഷെ റീപ്ലൈ ഒന്നും തന്നില്ല. ഞങ്ങൾക്ക് അതാണെങ്കിൽ പറ്റണില്ല. എന്റെ പിന്നെ 4 സെൻഡ് ആയി, ജിനിമോളുടെ ഒന്നും സെൻഡ് ആവണില്ല, അയച്ചിട്ട് പോണില്ല. ഞാനിപ്പോ ചാറ്റ് ബോക്സിൽ ഒരു നമ്പർ ഇടാം, മാഡത്തിന്റെ നമ്പറാണ്. ഓക്കെ, എന്ത് റിലേറ്റഡ് ഡൗട്ട് ഉണ്ടെങ്കിലും മാമിനെ കോൺടാക്ട് ചെയ്യാതോളം പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. മാമിനെ കോണ്ടാക്ട് ചെയ്തോളൂ ഈ നമ്പറിൽ കേട്ടോ. യെസ് രാഖി, കുഴപ്പമൊന്നുമില്ല. ക്ഷീണം ഡയബറ്റിക്കും കൂടെ ആയത് കാരണം മെഡിസിൻ കഴിക്കുമ്പോൾ ഭയങ്കരമായിട്ട് ഷൂട്ടപ്പ് ചെയ്യുന്നു. നാളെ റിവ്യൂ ചെക്കപ്പ്, നാളെ ഡോക്ടേഴ്സ് എന്താ പറയുന്നതെന്ന് അറിയാം. ഓക്കെ, ഇന്ന് ആരാ പ്രെയർ റെഡി ആയിട്ടുള്ളത്? ഓക്കെ, സോഫിയ. സോഫിയാണോ? ഹാൻഡ് റൈസ് ഉണ്ടോണ്ടാണ്. Yes, miss. Yes, please. Dear God, be with us today. Help us to be good and kind to others. Bless our parents, teachers, and friends. Thank you, God, for everything. എനിക്ക് തോന്നുന്നു നിങ്ങളുടെ തീം സോങ്ങിനുള്ള സമയമായി. ഞാൻ 1 month ആയിരുന്നു അന്ന് ടൈം പറഞ്ഞിരുന്നത്. സോ നിങ്ങൾക്ക് തീം സോങ് പ്രിപ്പയർ ചെയ്യാം. തീം സോങ് ഡൗട്ട് ഉണ്ടോ എന്താ ഉദ്ദേശിക്കുന്നതെന്ന്? നിങ്ങളുടെ കോഴ്സ്, നിങ്ങളുടെ ഫ്രണ്ട്സ് വരാം, ടീച്ചർ വരാം, ഇൻസ്റ്റിറ്റ്യൂട്ട് കുറിച്ചാവാം. ഇലക്ഷൻ കഴിഞ്ഞപ്പോ പല പാർട്ടിക്കാരും അവരുടെ പാർട്ടിയെ വെച്ചിട്ട് ഒരു സോങ് ഉണ്ടാക്കിയില്ലേ, ഇറ്റ്സ് ലൈക്ക് അതുപോലെ തന്നെ അവരുടെ തീം എന്ന് പറഞ്ഞാൽ അവരുടെ പാർട്ടിയെ കുറിച്ചായിരുന്നു. അങ്ങനെ കുറെ അതിന്റെ അവർ ചെയ്ത നല്ല കാര്യങ്ങളും ഒക്കെ വെച്ചിട്ട് ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള സോങ്സ് ഒക്കെ ഒരു ചില എന്താ പറയാ മൂവീസിലെ സോങ്ങിന്റെ ടോണൊക്കെ വെച്ചിട്ട് അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ നിങ്ങൾക്കും തീം സോങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ മോണ്ടിസോറി കോഴ്സ്, അതിന്റെ ലക്ഷ്യം, അതിന്റെ എന്താണ് നിങ്ങൾ എയിം ചെയ്യുന്നത്, അങ്ങനത്തെയൊക്കെ വെച്ചിട്ട് തീം സോങ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ ഫൈൻ, സ്റ്റാർട്ട് ചെയ്യുന്നത്. ഞാന് പാർട്ട് 1 ലാസ്റ്റ് യൂണിറ്റ് ചൈൽഡ് വെൽഫെയർ അത് എടുത്തിട്ടില്ല എന്നുള്ളത് ഇന്നാണ് എനിക്ക് മനസ്സിലായത്. ഞാൻ വിചാരിച്ചു അശ്വിനി മിസ് അത് എടുത്തു എന്ന് വിചാരിച്ചിട്ടാണ്. അപ്പൊ ആ ഒരു ചാപ്റ്ററും കൂടെ ഒന്ന് തീർക്കുവാണെങ്കിൽ ആ പാർട്ട് 1 കംപ്ലീറ്റ് ആവും. ബാക്കി അശ്വിനി മിസ് എടുത്തു കഴിഞ്ഞാണല്ലോ. ചൈൽഡ് വെൽഫെയർ വളരെ ഈസിയാണ്. നിങ്ങൾ പലരും
അതുമായി റിലേറ്റ് ചെയ്ത് പല കാര്യങ്ങൾ കേട്ടിട്ടുണ്ടാവാം, ചിലർ അതിൽ വർക്ക് ചെയ്തിട്ടുണ്ടാവാം. നസീമയ്ക്കൊക്കെ ഒത്തിരി റിലേറ്റ് ചെയ്ത് പറയാൻ പറ്റുന്ന കാര്യങ്ങൾ ഉണ്ടാവും, അതുപോലെ പലർക്കും ഉണ്ടാവും. നസീമ അങ്ങനെ ഒരു പൊതുപ്രവർത്തക ആയതുകൊണ്ട് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പൊ അത് ഏതാ സൈക്കോളജി പഠിപ്പിക്കുന്നില്ലായിരുന്നു? സൈക്കോളജി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറച്ച് വാസ്റ്റ് ആണ്, നമുക്ക് നല്ല പോലെ ഇൻവോൾവ് ചെയ്ത് ചെയ്യേണ്ട ഒരു ചാപ്റ്റർ ആണ്. അപ്പൊ നിങ്ങളോട് ഞാൻ എറിക്സന്റെയും വിഗ്ഡോസ്കിയുടെയും ഡീറ്റെയിൽസ്, അവര് ചൈൽഡ് ഡെവലപ്മെന്റിൽ അവരുടെ കോൺട്രിബ്യൂഷൻസ് ഒന്ന് കളക്ട് ചെയ്യാൻ പറഞ്ഞിരുന്നു. കുറച്ചും കൂടി ടൈം അതിന് തരാം. അത് കളക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്ന് വായിക്കാം. നമുക്ക് നാളെ സൈക്കോളജിയിൽ അവർ പറഞ്ഞ കാര്യങ്ങൾ, കോൺട്രിബ്യൂഷൻസ് ഒന്ന് കണക്ട് ചെയ്ത് പറയാം. അതുകൊണ്ട് ഞാൻ ഈ ചാപ്റ്റർ എടുത്തിട്ടില്ല എന്ന് അറിഞ്ഞത് കൊണ്ട് അതങ്ങ് പെട്ടെന്ന് തീരുന്ന ഒരു ചാപ്റ്ററാണ് ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്. അപ്പൊ അത് നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ കേട്ടിട്ടുണ്ടായിരുന്നു. പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എന്തോ ഇതിന് മുമ്പ് എന്തോ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? അതെന്താന്ന് വെച്ചാല് നസീമ, ഞാൻ അശ്വതി മിസ് ജോയിൻ ആയ സമയത്ത് 7th യൂണിറ്റ് അശ്വതി മിസ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നെക്സ്റ്റ് പാർട്ടിലേക്ക് അങ്ങ് സ്റ്റാർട്ട് ചെയ്തല്ലോ. ഈ 8th യൂണിറ്റും എടുത്തു പോയിട്ടുണ്ടെന്ന് എനിക്ക് അങ്ങനെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് വന്നുകൂടി. അതാണ്. അങ്ങനെ പറ്റി അത്. അപ്പം ഞാൻ ഇന്ന് എല്ലാ യൂണിറ്റും എടുത്ത് നോക്കിയപ്പോഴാണ് 8th യൂണിറ്റ് നിങ്ങൾക്ക് എടുത്തിട്ടില്ല എന്ന് മനസ്സിലായത്, പാർട്ട് 1. അത് പെട്ടെന്ന് തീരുന്നൊരു ചാപ്റ്റർ ആണ്. അപ്പോ ഇന്നൊരു ദിവസവും നാളെ പകലുണ്ട്. എറിക്സന്റെയും വിഗ്ഡോസ്കിയുടെയും മാർക്കെങ്കിലും കളക്ട് ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതങ്ങ് ചെയ്ത് അതൊന്ന് വായിച്ചിട്ട് വരുവാണെങ്കിൽ നമുക്ക് നാളെ ഒരു ഇന്ററാക്റ്റീവ് സെഷൻ എന്നുള്ള രീതിയിൽ സൈക്കോളജിയുടെ ബാക്കി പോർഷൻസ് എടുക്കായിരുന്നു. ഗുഡ് ഈവനിങ് ആയിരിക്കണം. ഓക്കെ, എന്നാ ഞാൻ അതൊന്ന് ഷെയർ ചെയ്യട്ടെ. പാർട്ട് 1 ലാസ്റ്റ് യൂണിറ്റ് ആണ്. അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പാർട്ട് 1 അങ്ങ് കഴിയുമല്ലോ. യൂണിറ്റ് 8 അല്ലേ? ആ, ക്ലിയർ ആയല്ലോ അല്ലെ ഞാൻ പറഞ്ഞത്? പാർട്ട് 1 നമുക്ക് ഈ ഒരു യൂണിറ്റും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുണ്ട്. അത് കഴിയുമ്പോൾ പാർട്ട് 1 കഴിയും. സൈക്കോളജി നമുക്ക് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷൻ പോലെ വെക്കാം. അപ്പൊ അതുകൊണ്ട് അത് നാളെ നമുക്ക് ചെയ്യാം. ചൈൽഡ് വെൽഫെയർ ഒന്ന് നമുക്ക് നോക്കാം. എല്ലാവരും കേട്ടിട്ടുണ്ടാവും ചൈൽഡ് വെൽഫെയറിനെ കുറിച്ച് അല്ലെ? ചിലർ അതിൽ പ്രവർത്തിച്ചിട്ടും ഉണ്ടാവും, അല്ലെങ്കിൽ അതിന്റെ എന്തെങ്കിലും ആക്ടിവിറ്റീസുമായി റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റിയിട്ടുണ്ടാകണം. ഓക്കെ, അപ്പോ സാധാരണ മെഡിറ്റേഷൻ പോലെ നിങ്ങളെ കൊണ്ട് തന്നെ വായിപ്പിക്കാറാ പതിവ്. ഇതിനെ ആയിട്ട് റിലേറ്റ് ചെയ്ത് കൂടുതൽ കാര്യങ്ങൾ അറിയുന്ന ആരെങ്കിലും ഒന്ന് മുന്നോട്ട് വന്നിട്ട് വായിക്കാമോ? നിങ്ങൾക്ക് റിലേറ്റബിൾ ആയിട്ട് പറയാൻ കഴിയുമെങ്കിൽ അങ്ങനെ പറ്റുന്നവരാരെങ്കിലും ഒന്ന് വായിക്കാമോ? സ്റ്റാർട്ട് ചെയ്യാമോ? ലീഡ് ചെയ്യാമോ സെഷൻ? ആരുള്ളി? വായിച്ചിട്ട് മീനിങ് പറഞ്ഞാൽ മതിയോ? മീനിങ് എന്നല്ല ഉദ്ദേശിച്ചത്. നമുക്ക് ശരിക്കും മീനിങ് അല്ല ഇവിടെ വേണ്ടത്. നമ്മളുടെ ലേണിംഗ് തീമാറ്റിക് ലേണിംഗ് ആണല്ലോ. അവിടെ നമ്മൾ വായിച്ച് പഠിക്കുക എന്നുള്ളതല്ല, നമ്മൾ അത് റിലേറ്റ് ചെയ്ത് എന്തെല്ലാം നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടോ അത് പറയാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ലീഡ് ചെയ്യാമോ? ഓക്കെ, ഇനി ഭാവനയ്ക്ക് ജസ്റ്റ് ഒന്ന് വായിച്ചിട്ട് മീനിങ് അല്ല പറയേണ്ടത്, ഇതിനെ റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും കാര്യങ്ങൾ പറയാനായിട്ട് ഒന്ന് ശ്രമിക്കാമോ? ഞാനൊരു ഇൻട്രോ തരാം. ചൈൽഡ് വെൽഫെയർ, ഈ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഈവൻ ഗവൺമെന്റ് ഇതിൽ തന്നെ ഡിപ്പാർട്ട്മെന്റുകളുണ്ട്. അത് കൂടാതെ തന്നെ പ്രൈവറ്റ് അല്ലെങ്കിൽ ചില ട്രസ്റ്റുകൾ അതിന് വേണ്ടിയിട്ട്
കൊടുക്കുന്നത്. ചിലത് കമ്മ്യൂണിറ്റി ബേസ്ഡ് ആയിരിക്കാം, ചിലതല്ലാതെ ഒരു സോഷ്യൽ സർവീസ് എന്നുള്ള രീതിയിൽ അങ്ങനെയൊക്കെയുള്ള ട്രസ്റ്റുകളുണ്ട്. അപ്പൊ നമുക്ക് പറയുവാണെങ്കിൽ തന്നെ ഞാൻ പോയ ഒരു സ്ഥലം അമ്മത്തൊട്ടി. ഓക്കെ, കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടാണ്. ഈവൻ ആ കുട്ടികളെ ഒരു നല്ല രീതിയിലാണ് പ്രൊട്ടക്ട് ചെയ്യുന്നത്, നല്ല ഹൈജീനാണ്. നേരിട്ട് ഇരുന്നിട്ട് മനസ്സിലായിട്ടുള്ള കാര്യം. പിന്നെ അവരുടെ വീഡിയോയോ ഫോട്ടോ എടുക്കാൻ പോലും അവർ അനുവദിക്കില്ല. അതുപോലെ കുട്ടികൾക്ക് നല്ല റെസ്പെക്റ്റും അവരുടെ എല്ലാ ഫീലിങ്സിനും. കുഞ്ഞുങ്ങളാണ്, ഒരു ഫോട്ടോയോ വീഡിയോ എടുത്തോ എന്നുവെച്ചാൽ ആളുകൾ വന്ന് ഫോട്ടോ വീഡിയോ എടുത്ത് ഇങ്ങനെ സോഷ്യൽ മീഡിയാസിലൊക്കെ പ്രദർശിപ്പിക്കുന്ന രീതി ഉണ്ടോ, അത് അവിടെ അനുവദിക്കില്ല. അവിടെ അത്രയും കുട്ടികളുടെ കാര്യങ്ങൾക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കും. അതുപോലെ പല പല ഏജൻസീസ് കാണാം ഇതുപോലെ കുട്ടികളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പല പല ഏജൻസീസ്. കേരളത്തിലെ കാര്യം ഇത് പറഞ്ഞു, അതുപോലെ മറ്റുള്ള സ്റ്റേറ്റുകളിൽ ഉണ്ടാകാം, ഔട്ട് ഓഫ് ഇന്ത്യ വേറെ കൺട്രീസിൽ കാണും, ആഫ്രിക്കയിലും അമേരിക്ക ആണെങ്കിലും എല്ലായിടത്തും കുട്ടികളുടെ വെൽഫെയറിന് വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. വുമൺ ആൻഡ് ചൈൽഡ് വെൽഫെയർ എന്ന് ഒരുമിച്ചും കൊണ്ട് കുട്ടികളുടെ മാത്രമായിട്ട് നോക്കുന്നത്. ശിശുക്ഷേമ സമിതി അല്ലെ, അങ്ങനെയല്ലേ പറയുന്നത്? ബഡ്സ് സ്കൂള്, യെസ്, ബഡ്സ് സ്കൂൾ. അതുപോലത്തെ ആലുവ ശിശുഭവൻ, പെരുമ്പാവൂരുണ്ട് മാം, ആലുവ ശിശുഭവൻ, ശിശുഭവൻ. പിന്നെ ഗേൾസിന് മാത്രമായിട്ടുള്ള അല്ലപ്ര കൊയിനോണിയ എന്ന് പറഞ്ഞ സ്ഥലത്ത് പിള്ളേർക്ക് ഒരു പ്രത്യേകം ചൈൽഡ് വെൽഫെയർ ഒരു ക്ലാസ് സംഘടിപ്പിക്കുന്നുണ്ട്. ലിൻഡ പറഞ്ഞേ, സ്ഥലത്തിന്റെ പേരെന്ന് പറഞ്ഞേ? പെരുമ്പാവൂര് അല്ലപ്ര കൊയിനോണിയ എന്ന് പറയും. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി അങ്ങനെ മെന്റലി ഇതൊക്കെ ആയിട്ടുള്ള പിള്ളേരൊക്കെ കൊണ്ടുവരുന്നുണ്ട്. ബുദ്ധി സ്ഥിരത അങ്ങനെയൊക്കെ അവർക്ക് നന്നായിട്ട് അവിടെ ഒരു ക്ലാസ് എടുക്കുന്നുണ്ട് ടീച്ചേഴ്സ്. സോ ഇനിയിപ്പൊ നിങ്ങൾക്ക് ലീഡ് ചെയ്യാൻ ബുദ്ധിമുട്ടില്ലല്ലോ, സ്റ്റാർട്ട് ചെയ്യാലോ ആർക്കായാലും. അതുപോലെ തന്നെ നമ്മുടെ പിന്നെ എവിടെയുണ്ട് കുട്ടികളുടെയൊക്കെ പീഡനങ്ങളിലൊക്കെ ഉണ്ടായിട്ട് അങ്ങനെ വീട്ടിൽ നിന്നുള്ള പ്രശ്നങ്ങള്, പുറത്തുനിന്നുള്ള പ്രശ്നങ്ങള്, അതിൻ്റെയൊക്കെ ഇതായിട്ട് കുട്ടികളെ കെയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്ഥാപനം നമ്മളെവിടെ ഉണ്ട്. എല്ലായിടത്തും തന്നെ കുട്ടികളുടെ വെൽഫെയറിന് വളരെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട് അല്ലെ. പിന്നെ നമ്മളിങ്ങനെ അറിയുവാണ്, ഏതെങ്കിലും ഒരു അടുത്തൊരു കുട്ടി ഒരു ബുദ്ധിമുട്ട് അനുഭവിക്കുന്നു എന്ന് അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് അതിന് വേണ്ടുന്ന ആൾക്കാരെല്ലാം പെട്ടെന്ന് അവിടെ എത്തുന്നു അല്ലെ. പിന്നെ കുട്ടികളെ മേജർ ആവാത്ത കുട്ടികളെ സെക്ഷലി അബ്യൂസ് ചെയ്യുകയോ ചെയ്തു കഴിഞ്ഞാൽ പോക്സോ കേസ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്കറിയാം. ആ കുട്ടിയെ ഏത് രീതിയിൽ പ്രൊട്ടക്ട് ചെയ്യണം, പിന്നെ ആ കുട്ടിയെ എങ്ങോട്ട് മാറ്റണം, അതെല്ലാം അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട്. ചൈൽഡ് ലൈൻ എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു നമ്പർ അവൈലബിൾ ആണ് അല്ലെ. ഓക്കെ, ഇനി വായിച്ചു. ഒരാൾ ലീഡ് ചെയ്യണമെങ്കിൽ ലീഡ് ചെയ്യാം, അല്ലെങ്കിൽ എല്ലാരും മനസ്സിലെ മെഡിറ്റേഷൻ പോലെയാണ്. ഏതാണ് നിങ്ങളുടെ താല്പര്യം അതിനനുസരിച്ച് പോവാം. ഈ അമ്മത്തൊട്ടില് പോയപ്പോഴായിരുന്നു അവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് 3 ദിവസത്തെയോ ഒരു ക്യാമ്പ് പോലെ ഒരു പ്രോഗ്രാം എന്തോ തിരുവനന്തപുരം. ഇലക്ട്രോണിക് തൊട്ടിലാണ്. തൊടുപുഴയിലും ഉണ്ട് അമ്മത്തൊട്ടില്. ഇത് ഗവൺമെന്റിന്റെ ഇലക്ട്രോണിക് തൊട്ടിലാണ്. അത് റോഡിൽ നിന്ന് അതിലേക്ക് എൻട്രൻസ് വെച്ചിട്ടുണ്ട്. അപ്പൊ കുട്ടിയായിട്ട് വരുന്നവരവിടെ വരുമ്പം മെസ്സേജ് വരും, അങ്ങനെ അവിടേക്ക് വെൽക്കം ചെയ്യുന്ന രീതിയിൽ മെസ്സേജ്. ഒരു മെസ്സേജും കൂടെ വരും, നിങ്ങൾ ശരിക്കും ആലോചിച്ചിട്ട് തന്നെയാണോ കുഞ്ഞിനെ ഇവിടെ വെക്കാൻ ഉദ്ദേശിച്ചത് എന്നുവെച്ചാൽ അവർക്കൊരു റീതിങ്കിനുള്ള സമയം കൊടുക്കും. എന്നിട്ട് കുട്ടി അതിൽ വെക്കുമ്പോഴേക്കും അവിടെ മുകളിൽ ഇരിക്കുന്നവർക്ക് അവർക്കൊരു ഇൻഫർമേഷൻ, ഒരു മെസ്സേജ് പോലെ അവിടെ കിട്ടും, സിഗ്നൽ പോലെ കിട്ടും. അവർ താഴെ വന്ന് കുഞ്ഞിനെ എടുത്തോണ്ട് പോവാണ് ചെയ്യുന്നത്. കൊണ്ടുവയ്ക്കുന്ന ആളുടെ ഐഡന്റിറ്റിയോ അങ്ങനെ ഒന്നും അതിനകത്ത് വരില്ല. ആ തൊട്ടിലേക്കാണ് ക്യാമറ വെച്ചേക്കണേ. ആ വാളിലൊന്നും ക്യാമറ ഇല്ല, വരുന്ന ആളെ മനസ്സിലാക്കാനോ അങ്ങനെയൊന്നും അവിടെ ഇല്ല. തൊട്ടിലെ ക്യാമറ ഉണ്ട്. അപ്പൊ അവിടെ നോക്കുമ്പോൾ കുഞ്ഞിനെ അവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാനായിട്ട് പറ്റും. അവർ പെട്ടെന്ന് തന്നെ കുട്ടിയെടുക്കും. നിങ്ങൾ ജസ്റ്റ് ഇങ്ങനെ കയറി നോക്കി നിങ്ങളോട് പറഞ്ഞു ഒരു സാധനവും ആ തൊട്ടിലിൽ വെക്കരുതെന്ന്. വെച്ച് കഴിഞ്ഞാൽ കുട്ടിയെ വെച്ച പോലെയുള്ള മെസ്സേജ് അല്ലേ അവിടെ കിട്ടുള്ളൂ, ഇലക്ട്രോണിക് അല്ലേ. അപ്പൊ അങ്ങനെയാണ് അതിനകത്ത് കൊണ്ടുവന്ന് വെക്കുന്ന ആളുടെ ആൾക്ക് പ്രൈവസി ഉണ്ട്, അയാളുടെ അനോണിമിറ്റി, അയാളുടെ എന്താ പറയാ, അയാളുടെ വ്യക്തിത്വത്തെ വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള റെക്കോർഡിംഗ് ഒന്നുമില്ല. തൊട്ടില് ക്യാമറ വെച്ചിട്ടുണ്ടാവും. കാരണം ഏത് സമയത്താ രാത്രിയൊക്കെ കൊണ്ടുവച്ച് അവരെ അറിഞ്ഞ് പെട്ടെന്ന് വന്ന് കുട്ടിയെ എടുക്കണമല്ലോ.
അങ്ങനെ പിന്നെ ശിശുദിനം വരുമ്പോ പല രീതിയിലുള്ള ആഘോഷങ്ങൾ നടത്താറുണ്ട്. പല സ്കൂളുകളാണെങ്കിലും പല ഇതുപോലെ ശിശുക്ഷേമ സമിതികളാണെങ്കിലും എല്ലാം ശിശുദിനത്തോടനുബന്ധിച്ച് പല രീതിയിലുള്ള പ്രോഗ്രാംസും അറേഞ്ച് ചെയ്യാറുണ്ട്. ഇതൊക്കെ എവരി ചൈൽഡ് ഡിസേർവ് എന്ന് പറയുന്ന പോലെ എല്ലാ കുട്ടികൾക്കും അവർ ഡിസേർവ് ചെയ്യുന്നു നല്ലൊരു ബ്യൂട്ടിഫുൾ സേഫ് ആയിട്ടുള്ള ഹോം. അതുപോലെ തന്നെ ലവ് കുട്ടികൾക്ക് കിട്ടേണ്ട ഒന്നാണ് സ്നേഹം. അതിലൂടെയാണ് അവർ വളർന്നു വരുന്നത് അല്ലെ, അവരുടെ ഡെവലപ്മെന്റ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ. ഓക്കെ, ഇനി നമുക്കതൊന്ന് വായിച്ചു നോക്കാം. തണലിലെ ഒരു സെഷൻ ഉണ്ട്, ചൈൽഡ് വെൽഫെയർ. കുട്ടികളെ ഈ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന കുട്ടികളെയോ അങ്ങനെ ആരെങ്കിലും ഉപേക്ഷിക്കപ്പെട്ട എവിടെയെങ്കിലുമൊക്കെ ഉപേക്ഷിക്കപ്പെടുന്ന, ഇപ്പൊ അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കൊണ്ടുവന്ന് ഉപേക്ഷിക്കുന്നു, സേഫ് ആണ് അവരുടെ ഹാൻഡിൽ. അല്ലാതെ വഴിയരികില് ഇങ്ങനെ ഗാർബേജ് ബിന്നിലൊക്കെ കുട്ടികളെ ഉപേക്ഷിച്ചിട്ട് പോകുന്ന ആൾക്കാരുണ്ടല്ലോ, അങ്ങനെയുള്ള കുട്ടികളെയൊക്കെ നോക്കുന്ന ഒരു സെഷൻ തണൽ എന്ന് പറഞ്ഞ അവര് പല പല വേരിയന്റ് ഡൊമൈൻസിലാണ് അവരുടെ സർവീസ്. അങ്ങനെ വരുന്നുണ്ട്, പാലിയേറ്റീവ് കെയർ ഉണ്ട്, അങ്ങനെ പലതും ഉണ്ടല്ലോ. അപ്പൊ കുട്ടികളുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടും തണൽ ഒരു സെഷൻ ഉണ്ട്. അന്നേരം അവരൊരു ഏജ് വരെയല്ലേ മാം അവര് നോക്കോളൂ? അത് കഴിഞ്ഞാൽ പിന്നെ അവരുടെ സ്വന്തം ഇഷ്ടല്ലേ? അമ്മത്തൊട്ടിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് അമ്മത്തൊട്ടിലിന്റെ കാര്യമാണോ ചോദിക്കുന്നത്? അവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അവിടെ അഡോപ്ഷൻ വളരെ കൂടുതൽ നടക്കുന്ന സ്ഥലമാണ് അമ്മത്തൊട്ടിൽ. അപ്പൊ അവിടെ ഈ 5 വയസ്സെന്തോ ആകുമ്പോഴേക്കും ആൺകുട്ടികളെയും പെൺകുട്ടികളെയും സെപ്പറേറ്റ് ഹോമിലാക്കും. ഭക്ഷണം കഴിക്കാൻ മാത്രമേ അവർ ഒരുമിച്ച് വരുള്ളൂ. പിന്നെ എന്താണെന്ന് വെച്ചാൽ അവരെ അതിനനുസരിച്ച് സ്കൂളുകളിലാക്കും, നിയർ ബൈ സ്കൂളുകൾ, ഗവൺമെന്റ് സ്കൂളുകളിലാക്കും. പിന്നെ അവർ പഠിച്ചൊരു 18 വയസ്സൊക്കെ ആകുമ്പോൾ ഫോളോ അപ്പ് ഉണ്ടെന്നുണ്ട്. പക്ഷെ അത്രയും ഏജിലൊന്നും അവിടെ ആ കുട്ടികളില്ല. അപ്പോഴേക്കും ആരെങ്കിലുമൊക്കെ അഡോപ്റ്റ് ചെയ്ത് കൊണ്ടുപോകും അവരെ. ഈവൻ റെസ്ട്രിക്ഷൻ കുറവാണ്. അഡോപ്ഷന്റെ പ്രൊസീജിയർ അവിടെ വ്യത്യാസമുണ്ട് ബാക്കിയുള്ള ഓർഫനേജുകൾ വെച്ച് നോക്കുമ്പോൾ. കുട്ടികളില്ലാത്തവർക്ക് അഡോപ്റ്റ് ചെയ്യാന്നാണല്ലോ മിക്ക ഓർഫനേജിലെയും പറയുന്നത്. അമ്മത്തൊട്ടിലെ കുട്ടികളുള്ളവർക്കും അഡോപ്റ്റ് ചെയ്യും. അങ്ങനെയുണ്ട്. 2 കുട്ടികളുണ്ട്, 2 ആൺകുട്ടികൾ, അവർ പെൺകുട്ടിയെ വേണം, സോ അഡോപ്റ്റ് ചെയ്യാം. പക്ഷെ എന്താന്ന് വെച്ചാൽ അവര് അഡോപ്റ്റ് ചെയ്യുന്ന ഒരു കണ്ടീഷൻ പറയുന്നത് ഇൻകം നോക്കും, അതായത് കുട്ടിയെ നോക്കാൻ ഉള്ള വരുമാനം ഉണ്ടോ എന്ന് മാത്രം. ചില ഓർഫനേജുകളിൽ കുട്ടിയുടെ പേരിൽ ഇത്ര ഡെപ്പോസിറ്റ് ചെയ്യണം അങ്ങനെയൊക്കെയാണ്. ആ ഒരു അത്രയും ഒരു ഡിമാൻഡ്സ് ഒന്നും അമ്മത്തൊട്ടിലില്ല. പിന്നെ അവർ ഫോളോ അപ്പ് ചെയ്യും, കുട്ടിയെ നല്ല രീതിയിലാണോ നോക്കുന്നത്, ആ ഒരു രീതിയിലുള്ള ഫോളോ. അതുകൊണ്ട് ഞാൻ ചെന്ന സമയത്ത് ഭയങ്കര ടീനേജിലേക്ക് പോയ കുട്ടികളൊന്നും അവിടെ ഇല്ല. ഒരു 10 ഇയേഴ്സ് 11 ആ ഒരു ഏജാണ് മാക്സിമം ഉണ്ടായിരുന്നത്. ഇതൊക്കെയൊക്കെ കുഞ്ഞ് ജസ്റ്റ് ജനിച്ച കുട്ടികൾ. ഈ കുട്ടികളെ ഒരുമാതിരി വലുതായി കഴിഞ്ഞാൽ അവിടെ ഫണ്ടില്ല എന്നൊക്കെ പറഞ്ഞ് പിള്ളേരെ അവിടുന്ന് പിന്നെ അവർക്ക് റിലേറ്റഡ് ആയിട്ടുള്ള ബന്ധുക്കളെ വിളിച്ചിട്ട് തിരിച്ചു കൊടുത്തുവിടും. അമ്മത്തൊട്ടില് പക്ഷെ അങ്ങനെ റിലേറ്റീവ്സിന് മനസ്സിലാവാറുണ്ടോ? എല്ലാ കുട്ടികൾക്കും മനസ്സിലാവില്ലല്ലോ. ഇവിടെ ആലുവയില് ഒരു സ്ഥലത്ത് എന്റെ ഒരു കൂട്ടുകാരിയുടെ ചേച്ചിയുടെ പിള്ളേര്, അമ്മ മരിച്ചുപോയി, അച്ഛനും മരിച്ചുപോയി. അപ്പൊ അവിടെ ആക്കിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പൊ ആ 2 പിള്ളേരെയും ഇവരുടെ വീട്ടിലേക്ക് അവിടെ ഫണ്ടില്ലാന്നും പറഞ്ഞ് അടച്ചു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇവിടേക്ക് തിരിച്ചു വിട്ടു. ലിമിറ്റേഷൻസ് ഉണ്ട്. ഞങ്ങൾ അമ്മത്തൊട്ടിലിൽ പോയപ്പോഴും അവിടെയും ഇത് തന്നെ പറയുന്നുണ്ടായിരുന്നു. പിന്നെ അവിടെ അഡോപ്ഷൻ കൂടുതൽ നടക്കുന്നുണ്ട്. അവരെ സംബന്ധിച്ച് 64 കുട്ടികളും എന്തോ ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന് ന്യൂ ബോൺ ബേബീസ് ജസ്റ്റ് മന്ത്സ് ഉള്ളവരെങ്ങാണ്ട് 14 15 അത്രയുണ്ട്. അതിൽ തന്നെ കുറെ പേര് ഓൾറെഡി അഡോപ്ഷൻ ആയിട്ടുണ്ട്. ഓരോ ഇടത്തെയും രീതി അനുസരിച്ചായിരിക്കും ശേഷം. നമ്മൾ ചെല്ലുമ്പോൾ അവിടുത്തെ പോസിറ്റീവ് മാത്രമാണല്ലോ അവർ പറയുള്ളൂ. നമുക്ക് അങ്ങനെ അവിടെ ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷെ അവർ പറഞ്ഞു ഫണ്ടിന്റെ കാര്യം അവർ പറഞ്ഞിരുന്നു. ഒരു കുട്ടിക്ക് ഇത്ര രൂപ എന്ന് വെച്ചിട്ടാണ് ഗവൺമെന്റിൽ നിന്ന് ഫണ്ട് കിട്ടുന്നത്. പിന്നെ വെൽവിഷേഴ്സിന്റെ നിന്ന് കിട്ടുന്ന സപ്പോർട്ട്, സ്പോൺസേഴ്സ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അത് തന്നെ ഇപ്പൊ നമ്മൾ ഒരു ദിവസത്തെ ഫുഡ് സ്പോൺസർ ചെയ്യുമ്പോൾ അവർ അതിനനുസരിച്ച് നല്ല ലാവിഷായിട്ട് തന്നെ അവർ പ്രിപ്പയർ ചെയ്യും, കൊടുക്കും കുട്ടികൾക്ക്. ഓക്കെ, അപ്പൊ നമുക്ക് ചൈൽഡ് വെൽഫെയറിലേക്ക് പോവാം. ആരെങ്കിലും വായിക്കുവാണെങ്കിൽ ലീഡ് ചെയ്തോളൂ, അല്ലെങ്കിൽ നിങ്ങൾ മെഡിറ്റേഷൻ പോലെ മനസ്സിൽ വായിച്ചോളൂ.
ഓക്കെ, ഫസ്റ്റ് പാരഗ്രാഫിൽ പറയുന്നത് ജസ്റ്റ് എഡ്യൂക്കേഷൻ മാത്രം പ്രൊവൈഡ് ചെയ്യുന്നതല്ല ഒരു ചൈൽഡ് വെൽഫെയർ എന്ന് പറയുന്നത്, അല്ലെ? അവർക്ക് ആവശ്യമുള്ള കെയർ സർവീസസ് പ്രൊവൈഡ് ചെയ്യണം. പിന്നെ പലപ്പോഴും ഈ എന്താ പറയാ, പാരന്റൽ കെയറും നല്ല രീതിയിൽ ഇപ്പോ പാരന്റ്സ് രണ്ടുപേരും നഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ അച്ഛനില്ലാത്ത കുട്ടികൾ അങ്ങനെയൊക്കെ നോക്കി ചില ഓർഫനേജുകൾ എടുക്കാറുണ്ട്. അച്ഛനും അമ്മയും ഉണ്ടെങ്കിൽ ഒരു പക്ഷെ അവര് പ്രൊവൈഡ് ചെയ്യില്ല. പക്ഷെ അച്ഛനില്ല, അമ്മയുണ്ട്, അമ്മയ്ക്ക് ഒരു ഇൻകം ഇല്ല എന്നൊക്കെ വരുമ്പോൾ ചില ഓർഫനേജുകളിൽ കുട്ടികളെ അവിടെ ചേർക്കാനായിട്ട് വരും. പോവേർട്ടിയിൽ ഉള്ള കുട്ടികളാണെങ്കിൽ അല്ലെങ്കിൽ അവർക്ക് പാരന്റൽ കെയർ കിട്ടുന്നില്ല, ശരിയായ സപ്പോർട്ട് കിട്ടുന്നില്ല, കുട്ടികൾ പല രീതിയിലുള്ള സഫറിങ്സ് അനുഭവിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോഴേക്കും ആണ് കുട്ടിക്ക് വേണ്ടുന്ന കെയർ കൊടുക്കേണ്ട രീതിയിലുള്ള ഏജൻസീസ് മുന്നോട്ട് വരും. പിന്നെ ഓൾറെഡി നമ്മൾ ഡെവലപ്മെന്റും ഹെൽത്തും ഒക്കെ നമ്മൾ ഫസ്റ്റ് പാർട്ടിൽ തന്നെ നമ്മൾ പറഞ്ഞിരുന്നു. ഹെൽത്ത് എന്ന് പറയുന്നത് ഫിസിക്കൽ, സോഷ്യൽ, സൈക്കോളജിക്കൽ ആയിട്ടുള്ള വെൽബീയിങ് ആണ്. അത് കുട്ടികളിലും അങ്ങനെ തന്നെയാണ്. അത് കുട്ടിയിൽ നിന്നല്ലേ തുടങ്ങി മെച്യൂർ ആവുന്നേ, അഡൾട്ട് ആവുന്നേ. സോ ഒരു കുട്ടിയുടെ വെൽഫെയർ എന്ന് പറയുന്നത് ഫിസിക്കൽ, സോഷ്യൽ ആൻഡ് സൈക്കോളജിക്കൽ വെൽബീയിങ് ഓഫ് ചിൽഡ്രൻ ആണ്. നമുക്കറിയാം ഇപ്പൊ അംഗൻവാടിയിൽ കുട്ടിയെ ചേർക്കുന്നതിന് മുമ്പ് തന്നെ ആ ഒരു അംഗൻവാടിയുടെ ഏരിയയിൽ വരുന്ന ഏതെങ്കിലും ഒരു അമ്മ പ്രഗ്നന്റ് ആവുമ്പോൾ തന്നെ അംഗൻവാടിയിലുള്ളവർ അത് പ്രത്യേകം നോട്ട് ചെയ്ത് അമ്മയ്ക്ക് വേണ്ടുന്ന കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യും. ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള കാര്യങ്ങൾ കൊടുക്കും. കുട്ടി ജനിച്ചു കഴിയുമ്പോൾ ആ കുട്ടിക്ക് വേണ്ടുന്ന ചില ന്യൂട്രീഷ്യസ് കാര്യങ്ങൾ ഇപ്പൊ തന്നെ നമ്മൾ കണ്ടു. അംഗൻവാടി കുറച്ച് ദിവസത്തേക്ക് ചൂട് കാരണം അടച്ചിട്ടിരിക്കുകയാണ്. പക്ഷേ കുട്ടികൾക്ക് വേണ്ടുന്ന ന്യൂട്രീഷ്യസ് കാര്യങ്ങൾ അവർ ഓൾറെഡി പ്രൊവൈഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അവരുടെ വീട്ടിലെത്തിക്കും. ആ ഒരു രീതിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെ? കുട്ടിക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും അറേഞ്ച് ചെയ്യുക, അതാണ് ചൈൽഡ് വെൽഫെയറിന്റെ അവരുടെ ഒരു ഗോൾ എന്ന് പറയുന്നത്. മെഡിക്കൽ ചെക്കപ്സ് അതിപ്പോ അംഗൻവാടികളിലും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ നമുക്കറിയാം ഗവൺമെന്റ് ഹോസ്പിറ്റലുകളിൽ അതെല്ലാം ഫ്രീ ആണ്. അവരുടെ ഇമ്മ്യൂണൈസേഷൻ അതെല്ലാം ഫ്രീ ആയിട്ടാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. കറക്റ്റ് ടൈമിൽ തന്നെ ഇമ്മ്യൂണൈസേഷന് വേണ്ടുന്ന ഒരു റിമൈൻഡർ തന്നെ ആ കുട്ടിയുടെ പാരന്റിന്റെ മൊബൈലിൽ എത്താറുണ്ട്. അങ്ങനെ എല്ലാ രീതിയിലുള്ള കെയറും കുട്ടിയിലേക്ക് എത്തുന്നു. റെഗുലർ ആയിട്ടുള്ള മെഡിക്കൽ ചെക്കപ്പ്, പിന്നെ ബാലൻസ്ഡ് ന്യൂട്രീഷ്യസ് ഡയറ്റ്, അവരെ ഹാംഫുൾ ആയിട്ടുള്ള അവരുടെ എൻവയോൺമെന്റിൽ നിന്ന് വരുന്ന ഹാംഫുൾ ഇൻഫ്ലുവൻസിൽ നിന്ന് പ്രൊട്ടക്ട് ചെയ്യുക. അപ്പൊ പ്രധാനമായിട്ട് സ്കൂളുകളിലൊക്കെ ചേർന്നിരിക്കുന്ന കുട്ടിയിൽ എന്തെങ്കിലും മാറ്റം കാണുന്നു, ഫിസിക്കലി മെന്റലി ഒക്കെ കുട്ടിയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ കാണുവാണെങ്കിൽ, കുട്ടി പെരുമാറിയിൽ നിന്ന് വ്യത്യസ്തമായ എന്തെങ്കിലും ചെയ്യുവാണെങ്കിൽ ടീച്ചർമാർ അതിൽ അല്ലെങ്കിൽ അവിടെ കൗൺസിലർ ഉണ്ടെങ്കിൽ അവരതിൽ ഇടപെട്ട് എന്താന്ന് മനസ്സിലാക്കി, പ്രശ്നം മനസ്സിലാക്കി അവർ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് നോക്കുന്നു. അല്ലെങ്കിൽ കറസ്പോണ്ടിങ് അതോറിറ്റീസിനെ ഇൻഫോം ചെയ്യുന്നു. അങ്ങനെയാണ് പലപ്പോഴും സെക്ഷലി അബ്യൂസ് ആയിട്ട് വരുന്ന കുട്ടികളെ പലപ്പോഴും ടീച്ചേഴ്സ് ഐഡന്റിഫൈ ചെയ്യുന്നതും അതിനനുസരിച്ച് ബാക്കി സ്റ്റെപ്സ് എടുക്കുന്നു. അതെല്ലാം നമ്മൾ പല കാര്യങ്ങളിൽ നിന്നും കേട്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ ശരിക്കും ചൈൽഡ് വെൽഫെയർ ഒരു നീഡാണ്, അല്ലെ? ചൈൽഡ് വെൽഫെയർ നമുക്ക് ആവശ്യം തന്നെയാണ്. കുട്ടിക്ക് പ്രോപ്പർ ഷെൽട്ടർ കിട്ടുന്നുണ്ടോ, പ്രോപ്പർ ഫുഡ് കിട്ടുന്നുണ്ടോ, അതുപോലെ തന്നെ കുട്ടിക്ക് ലൈഫിന് കുട്ടിയുടെ മുന്നോട്ടുള്ള ലൈഫ് ഗ്രോത്ത് ഡെവലപ്മെന്റിന് ആവശ്യമായിട്ടുള്ള മെറ്റീരിയൽസ് കിട്ടുന്നുണ്ടോ, പിന്നെ അബ്യൂസ് എന്തെങ്കിലും കുട്ടി ഫേസ് ചെയ്യുന്നുണ്ടോ, ഇങ്ങനെയെല്ലാം നോക്കും. അത് ചൈൽഡ് വെൽഫെയറിന്റെ നീഡ് എന്ന് പറയുന്നത് ഈ ഒരു ഏരിയാസിലൊക്കെയാണ്. പിന്നെ കുട്ടിക്ക് ലവിങ് കെയറിങ് പാരന്റ്സ് അത് വളരെ അത്യാവശ്യം തന്നെയാണ്. പാരന്റ്സിന്റെ ഭാഗത്തുനിന്നും ഏതെങ്കിലും രീതിയിലുള്ള ഹാംഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ കുട്ടിക്ക് വരുന്നുണ്ടെങ്കിൽ പാരന്റ്സിനെ കേസ് ആയിട്ട് ക്രിമിനൽ കേസ് തന്നെയാവും. ഇപ്പൊ കുട്ടിയുടെ ഇമോഷണൽ സൈക്കോളജിക്കൽ ഡെവലപ്മെന്റിനും ഫിസിക്കൽ ഡെവലപ്മെന്റിനും അങ്ങനെ ഒരു ലവിങ് കെയറിങ് ആയിട്ടുള്ള പാരന്റ്സും വേണം. ആ രീതി അവര് നല്ല രീതിയിൽ തന്നെ കുട്ടിയെ നർച്ചർ ചെയ്യാൻ വേണം. അപ്പൊ ചൈൽഡ് വെൽഫെയറിന്റെ ഒരു നീഡ് എന്ന് പറയുന്നത് അതെല്ലാമാണ്. ശരിക്കും അവര് എക്സാമിൻ ചെയ്യും കുട്ടിക്ക് വേണ്ടുന്ന ഷെൽട്ടർ, ഫുഡ്, ആവശ്യമുള്ള മെറ്റീരിയൽസ് എല്ലാം അവൈലബിൾ ആണോ എന്നുള്ളത്. സാധാരണഗതിയിൽ ഒരു ഏരിയയില് ഏതെങ്കിലും ഒരു കുട്ടി എന്തെങ്കിലും പ്രോബ്ലം അനുഭവിക്കുന്നുണ്ടോ എന്നറിയുമ്പോൾ ഫസ്റ്റ് ആ ഇൻഫർമേഷൻ കൊടുക്കേണ്ടത് അംഗൻവാടിയിലേക്കാന്ന് പറയും. അംഗൻവാടിയിൽ നിന്ന് അതാത് ജില്ലയിലെ ശിശുക്ഷേമ സമിതിയെ അറിയിക്കും. അങ്ങനെയാണ് അതിന്റെ ഒരു പ്രോസസ് നടക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ചിൽഡ്രൻ ആൻഡ് ദ ഫാമിലി. നിങ്ങളൊന്ന് വായിച്ചോളൂ.
ഈസിയാണ്, വളരെ ഈസി, കണ്ടന്റ് ഈസിയാണ്. നമുക്ക് ചൈൽഡ് വെൽഫെയർ ആവശ്യമാണോ, അവരെന്തെല്ലാമാണ് പ്രൊവൈഡ് ചെയ്യുന്നത്, അതിന്റെ നീഡ് നമ്മൾ പറഞ്ഞു. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കാര്യങ്ങൾ, എന്തെല്ലാം കാര്യങ്ങൾ കുട്ടിക്ക് കിട്ടുന്നുണ്ടോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നു. അങ്ങനെ കിട്ടുന്നില്ലെങ്കിൽ അതിനനുസരിച്ചുള്ള സ്റ്റെപ്സ് അവരെടുക്കും. ഇനി കുട്ടിയും ഫാമിലി എങ്ങനെയായിരിക്കണം? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ലവിങ് കെയറിങ് പാരന്റ്സ് ആയിരിക്കണം. അങ്ങനെ ഒരു എൻവയോൺമെന്റിലായിരിക്കണം കുട്ടി വളരേണ്ടത്. ഓക്കെ, വായിച്ചു. ക്ലിയർ ആയിട്ടുണ്ടാവും. കാരണം ഓൾമോസ്റ്റ് നിങ്ങൾ എല്ലാവരും തന്നെ ഫാമിലി ആയിട്ട് ഉള്ളവരാണ്. നമ്മളുടെ വീട്ടില് നമ്മളുടെ അല്ലെങ്കിലും അല്ലാതെ ചെറിയ കുട്ടികളെ വളർന്നു വരുന്നത് കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മുടെ സറൗണ്ടിങ്സിൽ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടാവും. അപ്പൊ ആ കുട്ടിയുടെ നീഡ്സ് എന്താണ്, കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ്, നീഡിന്റെ ഇമ്പോർട്ടന്റ്, അതെല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. പിന്നെ കുട്ടികളുടെ നല്ല ഹാബിറ്റ്സ് വളരുന്നത്, ഫസ്റ്റ് അവര് സ്കൂളിലേക്കല്ലല്ലോ പോകുന്നത്, അവരുടെ ഒരു 3-4 ഇയേഴ്സ് വരെ അവർ വീട്ടിലാണ് വളരുന്നത്. സോ വീട്ടിൽ നിന്ന് കിട്ടുന്നത് അവരൊരു ബേസ് തന്നെയാണ്. സോ ഫാമിലിയുടെ ഇമ്പോർട്ടൻസ് അവിടെയാണ്, ഇമ്പോർട്ടന്റ് റോൾ തന്നെയാണ് കുട്ടിയുടെ. ഫാമിലി ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ലെങ്കിൽ കുട്ടിയുടെ ലൈഫിനെ തന്നെ അത് ബാധിക്കും. അത് റിയൽ എക്സാമ്പിൾസ് നമുക്ക് ചുറ്റും നമ്മൾ കണ്ടിട്ടുണ്ടാവും, അല്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് മീഡിയാസിലൂടെ അറിഞ്ഞിട്ടുണ്ടാവും. അല്ലെങ്കിൽ ചില മൂവീസിൽ അതേ കൺസെപ്റ്റ് കൊണ്ടെന്നുള്ള ചില മൂവീസ് കാണും, അതെല്ലാം ഉണ്ടായിരിക്കും. ചിലര് എന്താ പറയാ, ഈ പറയുന്ന പോലെ വയലൻസിലേക്ക് പോകുന്നതും, പിന്നെ മറ്റുള്ളവരെ ഉപദ്രവിക്കാനായിട്ടുള്ള ഒരു അവരിൽ വരുന്നതും, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം. ഒരു മൂവി കണ്ടതിനകത്ത് അച്ഛൻ ഭയങ്കരമായിട്ട് ആളുകളുമായിട്ട്, അത് ശരിക്കും അതിനകത്തൊരു പോസിറ്റീവാണോ നെഗറ്റീവാണോ എന്ന് നമുക്ക് മനസ്സിലാവും. പക്ഷെ അതിൽ അത് റോങ് മെസ്സേജ് ഒന്നും കൊടുക്കുന്നൊന്നുമില്ല. അച്ഛനെ അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന ആൾക്കാരെ അടിച്ചു ഓടിക്കുന്നത് കുട്ടിയുടെ മുമ്പിൽ വെച്ചാണ്. അപ്പൊ അവൻ വളർന്ന് വലുതാവുമ്പോൾ ഇതുപോലെ അവനെ ഉപദ്രവിക്കാൻ വരുന്നവരെ അച്ഛന്റെ അതേ ആ ഒരു സ്പിരിറ്റിൽ അവൻ ഉപദ്രവിക്കുന്ന ഒരു സീനായിരുന്നു. അപ്പൊ കാണിക്കുന്നത്, ഫ്ലാഷ് ബാക്കിൽ കാണിക്കുന്നത് കുട്ടി അച്ഛന്റെ ആ രൗദ്രഭാവങ്ങൾ, അച്ഛന്റെ ഫേഷ്യൽ എക്സ്പ്രഷനും ഒക്കെ അവന്റെ മനസ്സിൽ ഇങ്ങനെ പതിഞ്ഞിരിക്കുക, ആളുകളെ അടിച്ചോടിക്കുന്നത്. അപ്പൊ അതേ ഒരു പൾസിൽ തന്നെ അവനെ ഉപദ്രവിക്കാൻ വരുന്നവരോട് പെരുമാറുന്നതായിട്ട് കാണും. അപ്പൊ അത് ഒരു പോസിറ്റീവായിട്ട് അതിൽ കാണുന്നുണ്ടെങ്കിലും നമുക്ക് നെഗറ്റീവായിട്ട് സംഭവിച്ചു പോകുന്ന ചില കാര്യങ്ങളുണ്ടാവും. അമ്മയെ വല്ലാതെ ഉപദ്രവിക്കുന്ന അത് തന്നെ ചില കുട്ടികള് അവരുടെ ഫാമിലി ആവുമ്പോൾ ലൈഫ് പാർട്ട്ണറോട് കാണിക്കുന്നവരുണ്ടാകും. അങ്ങനെ അവരുടെ ചെറുപ്പത്തിൽ അവരനുഭവിക്കുന്ന എല്ലാം അവരുടെ ലൈഫിലേക്ക് അവരെ റിഫ്ലക്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ചില കുട്ടികളുടെ ജീവിതം അങ്ങനെ പോവാറുണ്ട്. അതൊക്കെ നമുക്ക് അറിയാവുന്ന കുറെ കാര്യങ്ങളാണല്ലോ, അല്ലെ? എന്തുപറ്റി, ആരും ഒന്നും പറയുന്നില്ലല്ലോ. ബുദ്ധിമുട്ടുണ്ടോ? ജസ്റ്റ് വായിക്കാനുള്ളതേ ഉള്ളൂ. പിന്നെ ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് നമുക്കുണ്ട്, അതിന് ഒരു ഓഫീസേഴ്സ് ഉണ്ട്. സോ ആൾക്ക് ഒരു ഓഫീസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു കാര്യങ്ങളെ കുറിച്ചെല്ലാം ഒരു നോളജ് ഉണ്ടായിരിക്കണം. ഒരു കുട്ടിയുടെ സൈക്കോളജി, കുട്ടിയുടെ ഡെവലപ്മെന്റ്, അങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചെല്ലാം നല്ലൊരു അറിവുള്ള ആളായിരിക്കും ചൈൽഡ് വെൽഫെയർ ഓഫീസർ ആയിട്ടിരിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ പോലീസുമായിട്ട് ഇവർക്ക് കണക്ഷൻ വരും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാല് പല കേസസും പോലീസിനെ ഇൻഫോം ചെയ്യേണ്ടതായിട്ടുണ്ടാവും, പോലീസിന്റെ ഇടപെടലുകൾ വരേണ്ടതായിട്ട് ഉള്ള കേസസ് ഉണ്ടാകും. പിന്നെ കുട്ടിയുടെ കെയറും പ്രൊട്ടക്ഷനുമാണ് ഇവരുടെ മെയിൻ ലക്ഷ്യം. കുറെ ആക്ട് ഇവരെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്, കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് കുറെ ആക്ട് ഒക്കെ വന്നിട്ടുണ്ട്. അതിനകത്ത് ഇങ്ങനെ കൂടുതലായിട്ട് പറയുന്നില്ല, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ചൈൽഡ് വെൽഫെയർ ഡിപ്പാർട്ട്മെന്റിന്റെ റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയാണ്, അങ്ങനെയുള്ള കാര്യങ്ങളൊന്ന് പറഞ്ഞു. അപ്പം ഹെൽത്ത് ഹാബിറ്റ്സ് എല്ലാം അവരുടെ ആ ഒരു ജീവിത സാഹചര്യങ്ങളിൽ നിന്ന് ആണ് ഈ ഹെൽത്ത് ഹാബിറ്റ്സ് എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത്.
ഫാമിലിയിൽ നിന്ന് കിട്ടുന്ന കുറെ കാര്യങ്ങൾ ഉണ്ടാവും. പിന്നെ ചില കുട്ടികൾ ഭയങ്കര അവരുടെ വിഷമങ്ങളെല്ലാം സപ്രസ് ചെയ്ത് ജീവിക്കുന്നു. മീൻസ് അവർ സ്കൂളിലേക്ക് വരുമ്പോൾ ചിലപ്പോൾ അവർ ചിലതെല്ലാം പുറത്തെടുക്കുന്നു. അങ്ങനത്തെ ഇഷ്യൂസ് വരാം. നെക്സ്റ്റ് റെസ്പോൺസിബിലിറ്റീസ് ഓഫ് ഹോം ആണ്. അത് അങ്ങനെ വായിക്കുന്നെങ്കിൽ വായിച്ചോട്ടോ, കാരണം ഒരു അനക്കൂല്ലാണ്ടിരിക്കണം. നമുക്കറിയാം, നമ്മളത് ഓൾറെഡി പലതിലും പറഞ്ഞു പോയതാണ്. ഹെൽത്തി ഹാബിറ്റ്സ് കുട്ടികളെ പഠിപ്പിക്കുന്നത്, നിങ്ങളെ ആക്ടിവിറ്റി ചെയ്തിട്ടുണ്ടാകാം, പിന്നെ പിക്ചേഴ്സ് കളക്ട് ചെയ്തിട്ടുണ്ടാകാം, എങ്ങനെയാ ഗുഡ് മാനേഴ്സ് അങ്ങനെ പഠിപ്പിക്കും, അങ്ങനെയുള്ള കാര്യങ്ങൾ. അവരെപ്പോഴും ഹെൽത്തി ആയിട്ടും ക്ലീൻ ആയിട്ടും ഹൈജീൻ ആയിട്ടും ഇരിക്കണം. അത് ഫാമിലിയിൽ നിന്നാണ്. പക്ഷെ 4 years എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവര് ചില കുട്ടികൾക്ക് വളരെ ചെറുപ്പത്തിൽ തന്നെ കണ്ടിട്ടില്ലേ, അവർക്ക് എന്തെങ്കിലും അഴുക്കായിട്ടുള്ളത് അവര് അത് തൊടില്ല. കാരണം ഓൾറെഡി അവരെ അത് ആ രീതിയിൽ നർച്ചർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പൊ അതിനനുസരിച്ച് അവർക്കറിയാം, അവര് അതുപോലെ തന്നെ അവരുടെ ലൈഫിൽ അവര് മുന്നോട്ട് കൊണ്ടുപോകും. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ബിഫോർ ആൻഡ് ആഫ്റ്റർ മീൽസ്, എന്തെങ്കിലും കഴിക്കുമ്പോൾ അതിന് മുമ്പും ആ ശേഷവും കൈകൾ നല്ലതുപോലെ കഴുകണം. പിന്നെ അതുപോലെ തന്നെ ടോയ്ലറ്ററി ഹാബിറ്റ്സ് എല്ലാം നല്ല രീതിയിൽ അവരെ പഠിപ്പിക്കണം. പിന്നെ റെഗുലർ ആയിട്ട് കുളിക്കണം. ചിലപ്പോൾ കളിച്ചോടിയൊക്കെ വന്ന് വരുമ്പോഴേക്കും അവരെ കുളിക്കണം എന്നുള്ളത് വളരെ മസ്റ്റ് ആയിട്ട് തന്നെ അവരോട് പറയണം. റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ്, കാരണം സ്കൂളിലേക്ക് പോകുമ്പോൾ അതൊരു ബുദ്ധിമുട്ടായിട്ട് വരും. അതുകൊണ്ട് റെഗുലർ ടോയ്ലറ്റ് ഹാബിറ്റ്സ് നല്ലപോലെ ട്രെയിൻ ചെയ്യണം. പിന്നെ രാവിലെയും കിടക്കുന്നതിന് മുമ്പ് പല്ല് നല്ലപോലെ വൃത്തിയാക്കണം. അത് എങ്ങനെ ബ്രഷ് ചെയ്യണം എന്നുള്ളത്, അതിന്റെ മൂവ്മെന്റ്സ് അതെല്ലാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. പിന്നെ നല്ലപോലെ വെള്ളം കുടിക്കണം. നല്ലപോലെ വെള്ളം കുടിച്ചാലാണ് ഡൈജഷൻ പ്രോപ്പറായിട്ട് നടക്കുള്ളൂ. അതെല്ലാം നല്ലപോലെ വെള്ളം കുടിക്കാനായിട്ട് അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കിക്കണം. ഇത് കൂടാതെ പിന്നെ എന്തെല്ലാം ഹാബിറ്റ്സ് അവരിൽ വരുത്തണം? ഓൾറെഡി നമ്മൾ പറഞ്ഞു പോയതാണ്. വേറെ എന്തെല്ലാം ഹാബിറ്റ്സ് വേണം? താഴെ അത് പറയുന്നത് അവരുടെ ബിഹേവിയേഴ്സിലൊക്കെ ഉള്ള ഇതൊക്കെ ചെയ്ത് നോക്കണം. പിന്നെ നമ്മള് ബിഹേവിയറിന്റെ കാര്യമൊക്കെ പറഞ്ഞു. ബിഹേവിയറും അതുപോലെ തന്നെ ഹൈജീൻ, അസുഖങ്ങൾ വരാതെ നോക്കണം എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ കുട്ടിയെയും അത് ട്രെയിൻ ചെയ്യിക്കണം. അപ്പൊ സ്നീസിങ്, കഫിങ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഹാൻഡ് കർച്ചീഫ് യൂസ് ചെയ്യേണ്ട കാര്യങ്ങളും, പിന്നെ സ്പിറ്റ് അവിടെ എവിടെയൊക്കെ തുപ്പിയിടാതെ സ്പിറ്റ് ചെയ്യേണ്ടത് എവിടെയാണെന്നുള്ളത്, ഗ്രാൻഡ് പാരന്റ്സിനൊക്കെ റെസ്പെക്ട് ചെയ്യാനായിട്ട് ശീലിപ്പിക്കുക. പിന്നെ ചില സ്ഥലങ്ങളിൽ ചെരുപ്പിടാതെ പോകരുത്, അങ്ങനെ കാര്യങ്ങൾ. ഇപ്പൊ നമ്മളുടെ വീടിന്റെ സറൗണ്ടിങ്സും നമുക്ക് അറിയായിരിക്കും ഹൈജീൻ ആണെന്ന്. പക്ഷെ അല്ലാത്തിടത്ത് ബെയർ ഫൂട്ടായിട്ട് പോകരുത് എന്നുള്ള കാര്യങ്ങളും, ചെരുപ്പ് നല്ല രീതിയിൽ യൂസ് ചെയ്യേണ്ടതും. അപ്പൊ ഫാമിലിയിൽ നിന്ന് കിട്ടേണ്ട കുറേ കാര്യങ്ങളുണ്ട്. അതുപോലെ ചില സൊസൈറ്റിയിലേക്കുള്ള ചില ഡ്യൂട്ടീസ്, റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം ഡെവലപ്പ് ചെയ്യേണ്ടത് ആ ഒരു സമയത്ത്. കാരണം എല്ലാം നശിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്വഭാവമുള്ള ഒരു കുട്ടിയാണെന്ന് വിചാരിക്കുക, വീട്ടിലുള്ള സാധനങ്ങളൊക്കെ എറിഞ്ഞുടയ്ക്കുന്നത്. ആ ഒരു ശീലങ്ങളെല്ലാം അതിൽ നിന്ന് മാറ്റണം. കാരണം എന്താണെന്ന് വെച്ചാൽ പുറത്തേക്ക് പോകുമ്പോഴും ഇതേ ഹാബിറ്റ്സ് തന്നെ പുറത്തെടുക്കും. അപ്പൊ അങ്ങനെയുള്ള ചില സോഷ്യലി കമ്മിറ്റ്മെന്റ്, സോഷ്യൽ റെസ്പോൺസിബിലിറ്റീസ് അതെല്ലാം ഡെവലപ്പ് ചെയ്യണം. ഇൻ എഫക്ട് മദർ നേച്ചർ നമുക്ക് കുറെ റിസോഴ്സസ് തരുന്നുണ്ട്. അത് നമ്മൾ അത് എടുക്കുമ്പോൾ നമുക്ക് തിരിച്ചൊരു റെസ്പോൺസിബിലിറ്റി, ലൈക്ക് വെള്ളം നമുക്ക് ആവശ്യത്തിന് ഭൂമിയിൽ നിന്ന് കിട്ടുന്നതാണ്. പക്ഷെ അത് അനാവശ്യമായി വെറുതെ കളഞ്ഞു കഴിഞ്ഞാൽ പലയിടത്തും വെള്ളത്തിന് ഷോർട്ടേജ് ആണെന്ന് നമുക്കറിയാം. അപ്പൊ അതുപോലെ അത് നമുക്ക് നാച്ചുറായിട്ട് നമുക്ക് കിട്ടുന്ന ഒരു റിസോഴ്സ് ആണ്. അപ്പൊ അത് നമ്മൾ നല്ല രീതിയിൽ ഉപയോഗിക്കുക. ചെറുപ്പം തുടങ്ങിയ കുട്ടികളെ ശീലിപ്പിക്കുക. ചില കുട്ടികൾ ബ്രഷ് ചെയ്യാനായിട്ട് നിൽക്കുമ്പോഴേയും വാഷ് ബേസിന് ടൈപ്പ് ഓണാക്കി ഇങ്ങനെ ഇടും. പല്ല് തേച്ച് തീരണവരെ അത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും. അപ്പൊ അതുപോലെ അതെല്ലാം നല്ല രീതിയിൽ ഉപയോഗിക്കാനായിട്ട് അവരെ ശീലിപ്പിക്കുക. ഫുഡ് വേസ്റ്റ് ചെയ്യരുത്, അത് അങ്ങനെ ഒരു ഫുഡിനെ റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലുള്ള കാര്യങ്ങൾ. ഓക്കെ, നെക്സ്റ്റ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ. നമുക്കറിയാം എല്ലാ കുട്ടികളും ഒരേപോലെ കഴിവുള്ളവരല്ല. എല്ലാവരും യുണീക്കാണ്. ഓരോരുത്തർക്കും ഓരോ സ്കില്ലായിരിക്കും. ചിലർക്ക് ചില ഡിസബിലിറ്റി ഉണ്ടാകും.
പക്ഷെ അവർക്ക് സ്കില്ല് വേറെ ഉണ്ടായിരിക്കും. അതാണ് ചിലർക്ക് ചെവി വിഷൻ പ്രോബ്ലം ഉണ്ടാവും, കേൾവിക്ക് പ്രശ്നം ഉണ്ടാവും, സംസാരിക്കുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടാവും, സ്റ്റാമറിങ് വരാം, അല്ലെങ്കിൽ സംസാരിക്കാത്ത കുട്ടികൾ കാണുമായിരിക്കും. അങ്ങനെ ഓരോ പ്രശ്നങ്ങളുള്ള കുട്ടികളും അവർക്ക് അതിനനുസരിച്ചുള്ള എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യണം. സീമ പറഞ്ഞ പോലെ ബഡ് സ്കൂൾ അല്ലെങ്കിൽ അതുപോലെ തെറാപ്പി കൊടുത്ത്, ഇപ്പൊ പെരുമ്പാവൂർ അങ്ങനത്തെ ഒരു സ്ഥലം ഉണ്ടെന്ന് ലിൻഡ പറഞ്ഞു. ശരിയായ അവരുടെ ഏജില്, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ അത് ഡിസ്കസ് ചെയ്തായിരുന്നു, ശരിയായ ഒരു ഏജില് അവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാവുകയാണെങ്കിൽ അതിനനുസരിച്ച് ഇന്റർവെൻഷൻ അവർക്ക് കൊടുത്ത്, ചില കുട്ടികളെ ചെറിയ പ്രശ്നങ്ങളായിരിക്കാം, തെറാപ്പിയിലൂടെ, പ്രോപ്പർ തെറാപ്പിയിലൂടെ അവരെ നല്ല രീതിയിൽ മാറ്റിയെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, അതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരുന്നത്. ഇപ്പൊ നമ്മള് പഠിച്ചു ഹെലൻ കെല്ലറിന്റെ കാര്യം പറഞ്ഞു. ഹെലൻ കെല്ലറിന്റെ നല്ലൊരു ടീച്ചർ അതുപോലെ വന്നു, അനീസ് എലവൻ, അങ്ങനെ വന്ന് ശരിയായ രീതിയിൽ ഇന്റർവെൻഷൻ നടത്തിയപ്പോഴാണ് ഹെലൻ കെല്ലർ പിന്നീടുള്ള എല്ലാവരും അറിയുന്ന ഒരു ഹെലൻ കെല്ലറായിട്ട് മാറിയത്. ഇഷ്ടംപോലെ ബുക്സ് എഴുതി, എന്താ പറയാ, സംസാരിക്കാനും കേൾക്കാനും പറ്റാത്ത ഒരാളാ, പല ബുക്കുകൾ എഴുതി, പിന്നെ പലയിടത്ത് പോയിട്ട് പല രീതിയിലുള്ള സോഷ്യൽ സർവീസുകളെല്ലാം ചെയ്തു ഹെലൻ കെല്ലർ. അങ്ങനെ കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ കൊടുക്കുന്നു. ഇപ്പൊ നമ്മൾക്ക് ചുറ്റും തന്നെ നമുക്ക് കാണാം, രണ്ട് കൈയുമില്ലാത്ത കുട്ടികളെ കാലുകൊണ്ട് അവര് നല്ലപോലെ പടം വരയ്ക്കുന്നു, എഴുതുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കേട്ടിട്ടുണ്ട്, ഡ്രൈവ് ചെയ്യുന്നു നമ്മൾ കേട്ടിട്ടുണ്ട്. അപ്പൊ അതെല്ലാം അവർക്ക് കിട്ടുന്ന പ്രോപ്പർ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, അവരുടെ പ്രൊഫഷണം മനസ്സിലാക്കി അവരെ ഏത് രീതിയിൽ അവരെ മുന്നോട്ട് നല്ല സ്കിൽഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുള്ളത് മനസ്സിലാക്കി അവർക്കൊരു പ്രോപ്പർ എഡ്യൂക്കേഷൻ, അതാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ വരുന്നത്. Children who are depressed or physically, socially, or culture disadvantage should be given special opportunities to improve their educational accomplishments. Children who need offsetting education at the preschool level are the following type. അത് ചില കുട്ടികൾ ഭയങ്കരമായിട്ട് അവരുടെ ചില ലെവൽസ്, അവരുടെ ഡെവലപ്മെന്റിന്റെ ചില ലെവൽസ് ഭയങ്കരമായിട്ട് താഴ്ന്നു പോകാൻ ചാൻസ് ഉണ്ട്. ചിലപ്പോൾ ഫിസിക്കലി അവര് ചില പ്രോബ്ലംസ് അവർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവർക്ക് ഇമോഷണലി, കോഗ്നിറ്റീവ്, അവരുടെ സെൻസ് ഡെവലപ്പ് ചെയ്യുന്നതിൽ ചില പ്രോബ്ലംസ് വരും. അങ്ങനെയുള്ള കുട്ടികൾ, അങ്ങനെയുള്ള പ്രോബ്ലംസ് ഫേസ് ചെയ്യുന്ന കുട്ടികൾക്ക് വരുന്ന കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ് നമുക്ക് നെക്സ്റ്റ് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വരുന്നത്. അതിന് ഫസ്റ്റ് വരുന്നത് ചിൽഡ്രൻ വിത്ത് വിഷ്വൽ ഇമ്പയർമെന്റ്, കാഴ്ചയ്ക്ക് പ്രശ്നം വരുന്ന കുട്ടികൾക്ക്. അങ്ങനെയുള്ളവർക്ക് വേണ്ടുന്ന സ്കൂളുകളുണ്ട് അല്ലെ, ബ്ലൈൻഡ് സ്കൂളുണ്ട്, അവർക്ക് പ്രത്യേകം അവർക്ക് പഠിക്കാൻ പറ്റുന്ന പ്രത്യേക ലാംഗ്വേജ് ഉണ്ട്, ബ്രെയിൻലി എന്നുള്ളത്. അങ്ങനെയുണ്ട്. ഈ കാഴ്ചയില്ലാത്ത കുട്ടികൾ നല്ലപോലെ പാട്ട് പാടുന്നവരുണ്ടാകും, അല്ലെങ്കിൽ നല്ലപോലെ കീബോർഡ് വായിക്കുന്നവരുണ്ടാകും. അപ്പൊ അതിന് എന്താണോ അവരുടെ സ്കില്ല് അത് കണ്ടെത്തി അവർ ആ ഒരു ഫീൽഡിലേക്ക് വഴിതിരിച്ചു. കാരണം അവർക്ക് കോൺസെൻട്രേഷൻ കൂടുതലാണ്. ഞാൻ ആലുവയിൽ ഒരു ബ്ലൈൻഡ് സ്കൂളിൽ ചെന്നപ്പോൾ അവിടെ നല്ലപോലെ അവര് കീബോർഡ് വായിക്കുന്നു, വളരെ പെർഫെക്റ്റ് ആയിട്ട്. നമ്മുടെ എങ്ങനെയാ അവർക്ക് കാഴ്ചയില്ലാതെ ചെയ്യുമ്പോൾ അവർക്ക് അതിന് ഭയങ്കര കോൺസെൻട്രേഷൻ. കാഴ്ചയില്ലെങ്കിൽ അവർ മറ്റു ശബ്ദങ്ങൾ നല്ലപോലെ അവർ ശ്രദ്ധിക്കും. അപ്പം നല്ല നമ്മളെ സംബന്ധിച്ച് നോർമൽ ഒരു മനുഷ്യൻ കാണുന്നു, കേൾക്കുന്നു, എല്ലാ ഫംഗ്ഷനും കൂടെ ഒരുമിച്ച് നടത്തുന്നു. അവർക്ക് കാഴ്ചയില്ലാത്ത കാരണം കേൾവി അവർക്ക് വളരെ ഇമ്പോർട്ടൻസ് ആണ്. അവർ വളരെ അതിൽ ഭയങ്കര കോൺസെൻട്രേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ചില മൂവീസ് ഒക്കെ കാണാറുണ്ടല്ലോ, കണ്ണ് കാണാത്തവരുടെ ചില മൂവീസ്, അവർ കണ്ണ് കാണില്ലെങ്കിൽ അവർ ചെയ്യുന്ന ചില കാര്യങ്ങൾ. മോഹൻലാലിന്റെ ഒപ്പം എന്നുള്ള സിനിമ മൂവി ആണെങ്കിലും നമുക്ക് അതിൽ നിന്നൊരു മെസ്സേജ് കിട്ടുന്നുണ്ട്. ലൈക്ക് കണ്ണ് കാണില്ലെങ്കിൽ ശബ്ദം വെച്ചിട്ട് കാര്യങ്ങൾ മനസ്സിലാക്കുന്നു. ചില സമയത്ത് കുട്ടികൾ ജനിക്കുമ്പോ തന്നെ കാഴ്ചയില്ലാതായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോ കുറച്ച് കഴിയുമ്പോൾ ഹെലൻ കെല്ലറിന് ഒരു പനി വന്നു, മസ്തിഷ്ക പനിയാ, മെനിഞ്ചൈറ്റിസ് പോലെ ഒരു പനി വന്നപ്പോഴാണ് ഹെലൻ അങ്ങനെ ശബ്ദം പോയതും ഒക്കെ സംഭവിച്ചത്, ഹെലന് സംഭവിച്ചത്, ശബ്ദവും കേൾവിയൊക്കെ പോയത്. അതുപോലെ തന്നെ വിഷ്വൽ പ്രോബ്ലം ചിലപ്പോൾ എന്തെങ്കിലും പിന്നീടുള്ള റീസൺസ്, എന്തെങ്കിലും അസുഖങ്ങളുടെ ഭാഗമായിട്ട് അങ്ങനെയാവാം, അല്ലെങ്കിൽ ചില ആക്സിഡന്റ് സംഭവിക്കുമ്പോൾ ചിലർക്ക് കാഴ്ച പോകുന്നുണ്ട്. ചില ഡിസീസസ് വരുമ്പോൾ സ്മോൾ പോക്സ്, മെനിഞ്ചൈറ്റിസ്, ട്രിക്കോമ, സ്കാർലറ്റ് ഫീവർ, അങ്ങനെ ചില ഡിസീസ് വരുമ്പോൾ അത് വിഷനെ ബാധിക്കും. പിന്നെ എപ്പോഴെങ്കിലും പൊള്ളലോ കണ്ണിലേക്കോ വല്ല കെമിക്കൽസ് സ്പിൽ ചെയ്യുമ്പോഴോ അങ്ങനെയൊക്കെ സംഭവിക്കുമ്പോഴെല്ലാം ഇതുപോലെ വിഷനെ ബാധിക്കും. ആ സമയത്ത് അങ്ങനെയുള്ള കുട്ടികൾക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ, അവരെ നമുക്ക് നോർമൽ സ്കൂളുകൾ, നോർമൽ എഡ്യൂക്കേഷൻ, നോർമൽ സ്കൂളിൽ പറഞ്ഞ ബ്ലാക്ക് ബോർഡ്സ് യൂസ് ചെയ്യുന്നതും അങ്ങനെയൊക്കെ ആയിരിക്കാം. അപ്പൊ അങ്ങനെയുള്ളിടത്ത് അവരെ കൊണ്ടുപോകാന്നുള്ളത് ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ
അപ്പൊ അവർക്ക് ആ രീതിയിലുള്ള സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്നു. ആലുവയിൽ ബ്ലൈൻഡ് സ്കൂൾ ഉള്ളത് എനിക്കറിയാം, വേറെ എവിടെയെങ്കിലും ഉള്ളതായിട്ട് എനിക്കറിയില്ല. അപ്പൊ അങ്ങനെ വരുമ്പോ ഈ കുട്ടികൾക്ക് ആ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കൊടുക്കുന്നതിനൊപ്പം തന്നെ പാരന്റ്സിനും ഗൈഡൻസ് കൊടുക്കും. കാരണം പാരന്റ്സും ഒരു സ്പെഷ്യൽ കിഡിനെയാണ് വളർത്തിക്കൊണ്ട് വരുന്നത്. അതിനനുസരിച്ച് പാരന്റ്സിനും അതിനനുസരിച്ചുള്ള ഒരു പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കും. അവരുടെ ഐസ് വളരെ ഹെൽത്തി ആയിട്ടിരിക്കാനും പിന്നെ അതുപോലെ ചിലർക്ക് എന്ന് പറഞ്ഞാൽ ചെറുതായിട്ടുള്ള വിഷൻസ് ഉണ്ടാവും. അങ്ങനെ വരുമ്പോൾ അവിടെയും പാരന്റ്സിന് പ്രോപ്പർ ആയിട്ട് ഗൈഡൻസ് കൊടുക്കും. കാരണം കണ്ണുകൾ വളരെ ഹെൽത്തി ആയിട്ട് സൂക്ഷിക്കണം. പിന്നെ ഭയങ്കര ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ്സ് അവരുടെ കണ്ണിലേക്ക് അടിക്കാതെ നോക്കണം. ആ രീതിയിൽ ചെറിയ വിഷനുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ, ലോ വിഷൻ വരുവാണെങ്കിൽ ഈ ബോഡി ചെക്ക്. പിന്നെ അതുപോലെ ഈ നമ്മളെ കുട്ടികൾ ചെറുതായിരിക്കുമ്പോ തന്നെ അവരുടെ വിഷൻ ഒക്കെ ചെക്ക് ചെയ്യാനായിട്ട് ചിലരുണ്ട്. ഇപ്പൊ എന്റെ മോൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവള് LKG ആയിരുന്നപ്പോഴാണ് അവളുടെ വിഷൻ പ്രോബ്ലം ഉണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കിയത്. കാരണം ക്ലാസ്സിൽ പൊതുവെ ഹൈറ്റ് ഉള്ള കുട്ടിയായിരുന്നു. ഇപ്പൊ ബോർഡിൽ എഴുതുന്ന ഏറ്റവും ബാക്കിലെ ബെഞ്ചിലായിരിക്കും ടീച്ചർ ഇരുത്താം, പക്ഷെ ബോർഡിൽ എഴുതുന്നൊന്നും അവൾക്ക് കാണാൻ പറ്റുന്നില്ല. പിന്നെ TV കാണുമ്പോൾ ടിവിയുടെ മുമ്പിലേക്ക് വന്നിങ്ങനെ നിൽക്കും. ഇങ്ങനെ വന്നപ്പോ എനിക്ക് സംശയം തോന്നി, ഇവളുടെ വിഷൻ എന്തോ പ്രോബ്ലം ഉണ്ട്. നമ്മൾ തിരിച്ച് പുറകിൽ കൊണ്ടിരുത്തുമ്പോൾ വീണ്ടും കുട്ടി ഇങ്ങനെ മാഗ്നറ്റ് പോലെ ടിവിയുടെ അടുത്തേക്ക് പോകും. അങ്ങനെ വന്നപ്പോഴേക്കും പിന്നെ സ്കൂളിൽ നിന്ന് ബുക്കിൽ എഴുതിക്കൊണ്ട് വരുന്നത് കംപ്ലീറ്റ് മിസ്റ്റേക്ക്. സംശയം തോന്നിയാണ് നമ്മൾ ഐ ഹോസ്പിറ്റലിൽ പോയത്. അപ്പോഴാണ് അവർ പറഞ്ഞത് ബൈ ബർത്ത് ഉള്ള ഇഷ്യൂ ആണ്, ഫോക്കസിങ് കറക്റ്റ് അല്ല, അസ്റ്റിഗ്മാറ്റിസം അതായിരുന്നു അവളുടെ ഇഷ്യൂ. അപ്പൊ അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ ശ്രദ്ധിക്കണം, അവരുടെ കണ്ണ് ചെറുപ്പത്തിലെ ശ്രദ്ധിക്കണം. ഇതുപോലുള്ള അപകടങ്ങൾ ഇപ്പം അവളെ സംബന്ധിച്ച് ബൈ ബർത്ത് ഉള്ളതാണ്. ഇപ്പൊ ഇതുപോലെ ചില പോയിസണസ് കെമിക്കൽസ്, ഫുഡ് സ്പില്ലിംഗ് ഒക്കെ സംഭവിക്കാവുന്ന ഒരു പ്രായമാണ്. പിന്നെ ഇതുപോലെ അസുഖങ്ങൾ വരാതിരിക്കാനുള്ളതെല്ലാം നോക്കണം. ഇമ്മ്യൂണൈസേഷൻ കൊടുക്കേണ്ടത് പ്രോപ്പറായിട്ട് ഇമ്മ്യൂണൈസേഷൻ കൊടുക്കണം. പ്രോപ്പറായിട്ടുള്ള ഹെൽത്ത് ഹാബിറ്റ്സ്, പ്രോപ്പർ ന്യൂട്രീഷ്യസ് ഫുഡ്, അങ്ങനെയൊക്കെ വരുമ്പോൾ കുട്ടികളുടെ കണ്ണ് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എനിക്ക് തോന്നുന്നു അംഗൻവാടികൾ ത്രൂ ഇതുപോലുള്ള ഗൈഡൻസ് പാരന്റ്സിന് കിട്ടാറുണ്ട്. പക്ഷെ ആസ് എ പാരന്റ്, നമ്മളൊരു പാരന്റ് ആയി കഴിയുമ്പോൾ നമുക്ക് ഇതിനെപ്പറ്റി ഒരു സെൻസും നമുക്ക് ഉണ്ടായിരിക്കും. ഈവൻ പ്രോബ്ലം ഉള്ള കുട്ടികൾ ഫുള്ളി ബ്ലൈൻഡ് അല്ലെങ്കിൽ പാർഷ്യലി ബ്ലൈൻഡ് ഒക്കെ ആണെങ്കിലും അവരവരുടെയും കെയർ ചെയ്യേണ്ടതായ ഗൈഡൻസ് പാരന്റ്സിന് കിട്ടും. നെക്സ്റ്റ്, ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവിക്ക് പ്രശ്നം. ഇവിടെയും കോമ്പൻസേറ്ററി അല്ലെങ്കിൽ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ആവശ്യമാണ്. പല രീതിയിലുള്ള പല ലെവൽസിലായിരിക്കും ഹിയറിംഗ് ഇമ്പയർമെന്റ് വരുന്നത്. അപ്പൊ അതുപോലെ അങ്ങനെ പല ലെവൽസിലുള്ള പ്രോബ്ലം ആകുമ്പോൾ പല ലെവൽസിലുള്ള ട്രീറ്റ്മെന്റ് ആയിരിക്കണം വേണ്ടത്. ചിലർക്ക് ഹിയറിംഗ് എയ്ഡ് വെച്ചാൽ ഓക്കെ ആയിരിക്കും, ചിലർക്ക് അതും പറ്റാത്ത കുട്ടികളുണ്ടായിരിക്കും. പിന്നെ പലപ്പോഴും ഹിയറിംഗ് ഡിസബിലിറ്റി വരുമ്പോൾ, ഇപ്പം ഹെലൻ കെല്ലറിന്റെ കേസ് എനിക്ക് ഓർമ്മ വരുന്നത്, ഭയങ്കര വാശിയായിരുന്നു, പക്ഷെ കേൾക്കാൻ പറ്റുന്നില്ല. അതുവരെയും 7 years വരെയും കേട്ട് കൊണ്ടിരുന്ന കുട്ടിക്ക് പെട്ടെന്ന് ഒന്നും കേൾക്കാതാവുന്ന ഒരു അവസ്ഥ. അപ്പൊ അങ്ങനെ ഹെലൻ ഭയങ്കരമായിട്ട് ഫ്രസ്ട്രേറ്റഡ് ആവുമായിരുന്നു. അപ്പൊ അതുപോലെ കുട്ടിയുടെ സ്റ്റേറ്റ് ഓഫ് മൈൻഡിനെ അത് വളരെ ബാധിക്കുന്നത് പല രീതിയിലായിരിക്കും ഈ ഹിയറിംഗ് ഡിസബിലിറ്റി. അതുകൊണ്ട് സ്പെഷ്യൽ ട്രെയിനിങ് തന്നെ വേണം. കമ്മ്യൂണിക്കേഷൻ, കേൾവിയായിരിക്കും പ്രശ്നം. അല്ലേ, നിങ്ങൾ ആരും പറഞ്ഞില്ലല്ലോ, ഞാൻ അതിലേക്കും ശ്രദ്ധിച്ചില്ല. യെസ്, സെക്കൻഡ് കാറ്റഗറി സ്പെഷ്യൽ എഡ്യൂക്കേഷൻ കിട്ടേണ്ട സെക്കൻഡ് കാറ്റഗറി ചിൽഡ്രൻ വിത്ത് ഹിയറിംഗ് ഇമ്പയർമെന്റ്. അപ്പൊ അവർക്ക് സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തന്നെ വേണം. പിന്നെ പല ലെവലിലായിരിക്കും ഹിയറിംഗ് പ്രോബ്ലം ഉള്ള കുട്ടികളുടെ ഡിസബിലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ ട്രീറ്റ്മെന്റും ആ ഒരു ലെവലിലായിരിക്കണം. ചിലർക്ക് കേൾവി തിരിച്ചു കിട്ടാം, ചിലർക്ക് ഹിയറിംഗ് എയ്ഡിന്റെ സഹായത്തോടു കൂടി കേൾവി കിട്ടും. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും ചെറിയ കുട്ടികൾ ഹിയറിംഗ് എയ്ഡ് വെച്ചിരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളും ഉണ്ടാവും. പല രീതിയിലായിരിക്കും ഇവിടെ ബാധിക്കുന്നത്. അപ്പൊ ഹെലൻ കെല്ലറിന്റെ കാര്യം പറഞ്ഞതുപോലെ ഹെലന് പെട്ടെന്ന് കേട്ടോണ്ടിരുന്ന ഹെലൻ പെട്ടെന്ന് കേൾവി നഷ്ടപ്പെട്ടപ്പോൾ അതിന്റെ ഫ്രസ്ട്രേഷൻ നല്ലതുപോലെ ഉണ്ടായിരുന്നു. പിന്നെ ഹിയറിംഗ് ഡിസബിലിറ്റി ഉള്ള കുട്ടികൾക്ക് കാഴ്ച പ്രോബ്ലം ഇല്ല. അപ്പൊ അങ്ങനെ ആവുമ്പോൾ ഇവർക്ക് ത്രൂ ആക്ഷൻസ് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. പിന്നെ ലിപ് റീഡിങ്, അത് ഭയങ്കര നല്ല രീതിയിൽ തന്നെ കേൾവി പ്രശ്നമുള്ള കുട്ടികൾക്ക് ലിപ് റീഡിങ് നല്ലതായിട്ട് അവർ ചെയ്യും. ഇതിന്റെ രണ്ടിനെയും കോമ്പിനേഷൻസും ചെയ്യാം. ആക്ഷൻസ്, ലിപ് റീഡിങ്. നമ്മൾക്ക് ന്യൂസ് റീഡിങ്ങിലില്ല അങ്ങനെ ഒരു ഇത്. കേൾവിയില്ലാത്തവർക്ക് ന്യൂസ് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആക്ഷൻസും, അത് പ്രത്യേക സയൻസ് ആണ്. ചില കൈകൊണ്ടുള്ള
കൈകൊണ്ടും ഫേഷ്യൽ ഇത് വെച്ചിട്ടുള്ള ചില ആക്ഷൻസ് വെച്ചിട്ടൊക്കെയാണ് ആ ന്യൂസ് റീഡ് ചെയ്യുന്നത്. അപ്പോഴും നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ കോമൺ സെൻസ് എഡ്യൂക്കേഷൻ കൊടുക്കേണ്ട ഫസ്റ്റ് ഡൊമൈൻ ആയിരുന്നു വിഷ്വൽ ഇമ്പയർമെന്റ്, കാഴ്ചയുടെ പ്രശ്നം. സെക്കൻഡ് വൺ ആയിരുന്നു ഹിയറിംഗ് ഇമ്പയർമെന്റ്, കേൾവിയുടെ പ്രോബ്ലം വരുന്നത്. ഓരോന്നിന്റെയും ലെവൽസ് ഓരോ രീതിയിലായിരിക്കും, അതിനനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും പല രീതിയിൽ കൊടുക്കണം. ഇനി ഹിയറിംഗ് ഇമ്പയർമെന്റ് ആണെങ്കിൽ ലിപ് റീഡിംഗ്, അതുപോലെ തന്നെ ആക്ഷൻസ്, ഇതിന്റെ രണ്ടിന്റെ കോമ്പിനേഷൻസ് യൂസ് ചെയ്ത് അതൊരു ലാംഗ്വേജ് ഫോം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണല്ലോ ആ ന്യൂസ് റീഡിംഗ് അതിന് വരുന്നത്. പിന്നെ വരുന്നത് ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്ന കുട്ടികൾ. ചിലപ്പോ ഒരു കൈയുടെ ഒരു പത്തി ഇല്ലാതെ ജനിക്കുന്നു, അങ്ങനെ ബൈ ബർത്ത് തന്നെ പലപ്പോഴും ഫിസിക്കൽ ഡിസബിലിറ്റി വരും. അല്ലെങ്കിൽ ചെറുപ്പത്തിലെ എന്തെങ്കിലും ആക്സിഡന്റ് കൊണ്ട് ഫിസിക്കൽ ഡിസബിലിറ്റി വരുന്ന കുട്ടികൾ ഉണ്ടാവും. പോളിയോ ബാധിച്ച അങ്ങനെ ഉണ്ടാവാം. ഇപ്പൊ അത് കൂടുതലായിട്ടില്ല, എന്നാലും പണ്ടത്തെ ഒരു ജനറേഷനിൽ അതുണ്ടായി. വേരിയസ് ടൈപ്സ് ഓഫ് ഫിസിക്കൽ ഹാൻഡിക്യാപ്സ് ഉണ്ട്. ചിലപ്പോ പറഞ്ഞല്ലോ കോൺജെനിറ്റൽ ആയിരിക്കും, അതായത് ബൈ ബർത്ത് തന്നെ അമ്മയുടെ മുമ്പിലിരിക്കുമ്പോ തന്നെ എന്തെങ്കിലും ഇഷ്യൂ കൊണ്ട് സംഭവിക്കുന്നത് ഉണ്ടാകാം. അത് ചിലപ്പോ അമ്മ കഴിക്കുന്ന ഭക്ഷണത്തിന്റെ ന്യൂട്രീഷന്റെ ഡെഫിഷ്യൻസി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡൻസ് കൊണ്ടായിരിക്കാം. ചില മദേഴ്സ് ഡ്രഗ്സ് ആൽക്കഹോളൊക്കെ യൂസ് ചെയ്യുമ്പോൾ അത് കുട്ടിയെ ബാധിക്കും. അല്ലെങ്കിൽ എടുക്കുന്ന ചില ഈവൻ നമ്മൾ എരിവുള്ള ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ വീട്ടിലുള്ളവർ പറയില്ലേ കുട്ടിക്ക് വല്ലാത്ത ബുദ്ധിമുട്ടായിരിക്കും, അതുകൊണ്ട് എരിവുള്ളതൊക്കെ കുറയ്ക്കണം എന്നൊക്കെ പറയും. സെയിം തന്നെ എന്തെങ്കിലും ആക്സിഡന്റ് ആ സമയത്ത് സംഭവിക്കുമ്പോഴും ഇതുപോലുള്ള ഡിഫക്റ്റ് സംഭവിക്കാം. അത് ബോഡിയുടെ പല പാർട്സിനെ ഇത് അഫക്ട് ചെയ്യാം. അപ്പൊ കുട്ടിയുടെ നോർമൽ ലൈഫിനെ അത് ബാധിക്കുക. ഈവൻ ഒരു കൈപ്പത്തി ഇല്ലാതെ ജനിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു വിരലില്ലാത്ത തന്നെ നമുക്ക് ചിന്തിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അല്ലെ. അപ്പൊ ഒരു കൈ ഇത്രയും ഭാഗം ഇല്ലെങ്കിൽ എങ്ങനെയായിരിക്കും. അവിടെ ഒരു സെന്റൻസ് പറയുന്നുണ്ട്, വാട്ട് ദേ എക്സ്പെക്ട് ഫ്രം സൊസൈറ്റി ഇസ് എ സിംപത്തറ്റിക്. അതിനോട് ഞാൻ യോജിക്കുന്നില്ല. എംപത്തറ്റിക് എന്നാക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ഹെൽപ്ഫുൾ ആൻഡ് സപ്പോർട്ടിങ് റെസ്പോൺസ്, ദാറ്റ്സ് ഓക്കെ. പിന്നെ എംപത്തറ്റിക്, കാരണം അവരുടെ പ്രോബ്ലം അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിച്ചാലാണ് നമുക്ക് അവർക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. അല്ലാണ്ട് അയ്യോ പാവെന്ന് മാത്രം പറഞ്ഞതുകൊണ്ട് അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല സൊസൈറ്റിയിൽ നിന്ന്. സോ ആ ഒരു വേർഡ് മാറ്റി എംപത്തറ്റിക് ആക്കുവാണെങ്കിൽ വളരെ നല്ലത്. ടീച്ചേഴ്സിന്റെ റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. പറഞ്ഞ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെയും റോൾ ആ കുട്ടിയെ ഒന്ന് ഡെവലപ്പ് ചെയ്ത് കുട്ടിയുടെ ഗ്രോത്ത് ഡെവലപ്മെന്റ് ഒക്കെ സാധാരണ നോർമൽ ചൈൽഡിൽ നടക്കുന്ന പോലുള്ള ഗ്രോത്തും ഡെവലപ്മെന്റും ആയിരിക്കില്ല. സോ അതിനനുസരിച്ച് പാരന്റ്സും ടീച്ചേഴ്സിന്റെ റോള് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികളെ ട്രെയിൻ ചെയ്യാനായിട്ട് ആ ഒരു ഫീൽഡിൽ ഡീറ്റഡ് അങ്ങനെ എന്തല്ല പറയുന്നത്, ബിഎഡ് പോലെ തന്നെ മോണ്ടിസോറി പോലെ തന്നെ ഡീറ്റഡ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ടീച്ചേഴ്സ് ട്രെയിൻഡ് ആവുന്നുണ്ട്. സ്പെഷ്യൽ എഡ്യൂക്കേഷനിൽ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. അപ്പൊ ടീച്ചേഴ്സിന് ആ ഒരു ഫീൽഡിൽ ഏത് രീതിയിൽ ആ കുട്ടിയെ കെയർ ചെയ്യണം, ആ കുട്ടിക്ക് പ്രോപ്പർ ട്രെയിനിങ് കൊടുക്കണം, അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചാണ് ടീച്ചേഴ്സ് വരുന്നത്. അവരുടെ നീഡ്സ് മനസ്സിലാക്കാനും ഒക്കെ പറ്റും. ഫിസിക്കൽ ഡിഫോമിറ്റീസ്, ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന സ്കൂളിലെ ഒരു കുട്ടിയുടെ പാരന്റ് മരിച്ചു. ഞാൻ അവിടെ ചേർന്നു. ആ കുട്ടിയുടെ ചേച്ചി ഡിഫറെന്റ് ഏബിൾഡ് ആണ്, പക്ഷെ സംസാരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ പറയുന്നത് ക്ലിയർ ആവില്ല. അതെന്നോട് ഇതിന്റെ അനിയത്തി കൊച്ചി എന്നോട് നേരത്തെ പറഞ്ഞിട്ടുണ്ട്, പറയുന്നത് ക്ലിയർ ആവില്ല പക്ഷെ ഞങ്ങൾക്കത് മനസ്സിലാകും. എന്തെങ്കിലും അത് ചോദിക്കുമ്പോൾ ഇവരത് നമുക്ക് പറഞ്ഞു തരും, ഇതാണ് ചോദിച്ചതെന്ന്. പക്ഷെ ചിലതൊക്കെ നമുക്ക് മനസ്സിലാവും കേട്ടോ. അത് എന്നെ കണ്ടപ്പോ എന്നോട് പേരെന്താ എന്ന് ചോദിച്ചു. എന്നിട്ട് അത് പക്ഷെ ശരിക്കും കറക്റ്റ് പേരെന്താന്നല്ല, പക്ഷെ അതിന്റെ ഭാവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവും ആ ചോദിച്ചത് പേരെന്താന്നുള്ളത്. എന്റെ ഉമ്മ അപ്പൊ തന്നെ പറഞ്ഞു തന്നു പേരെന്താന്നാ ചോദിച്ചതെന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായിട്ടുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെ ആ കുട്ടിയുടെ രീതി ലാംഗ്വേജ് മനസ്സിലാക്കാൻ ആ ഒരു രീതിയിൽ ഒരു ഗ്രൂപ്പ് ഓഫ് ടീച്ചേഴ്സിനെ, സ്പെഷ്യൽ എഡ്യൂക്കേഷൻ ടീച്ചേഴ്സിനെ ട്രെയിൻ ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഒപ്പം പാരന്റ്സിനും ശരിക്കും ഈ കുട്ടിയെ നമ്മൾ അങ്ങനെയുള്ള ഒരു സെന്ററിൽ കൊണ്ടുവരുമ്പോൾ പാരന്റ്സും കൂടെ വരും, അവരും കൂടെ ഇരിക്കും. അവർക്കും വേണ്ടുന്ന ഗൈഡൻസും ട്രെയിനിങ്ങും പ്രൊവൈഡ് ചെയ്യാറുണ്ട്. പിന്നെ പലപ്പോഴും പല ഡിഫോമിറ്റീസ് ഉള്ള കുട്ടികൾക്ക് ഒരേപോലുള്ള കോമ്പൻസേറ്ററി ട്രീറ്റ്മെന്റ് ആയിരിക്കില്ല. അത് ചേഞ്ച് അവരുടെ നീഡ് അനുസരിച്ച് മാറിക്കൊണ്ടിരിക്കും. ചിലപ്പോൾ റൈറ്റ് ഹാൻഡിന് ഇഷ്യൂ ഒന്നുമില്ല, ലെഫ്റ്റ് ഹാൻഡ് ആണ് അവരുടെ പ്രോബ്ലം എങ്കിൽ
അവർക്ക് അതിനനുസരിച്ച്, ചില കുട്ടികൾക്ക് റൈറ്റ് ഹാൻഡിനാണ് ഇഷ്യൂ എങ്കിൽ അവർക്ക് അതിനനുസരിച്ച്, റൈറ്റ് ലെഗ് ആണെങ്കിൽ ലെഫ്റ്റ് ലെഗ് ആണെങ്കിൽ, അല്ലെങ്കിൽ കഴുത്തിന്റെ എന്തെങ്കിലും പ്രശ്നമാണ്, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആണെങ്കിൽ അതിനനുസരിച്ച് അവരുടെ ഓരോരുത്തരുടെയും ഡിഫോമിറ്റി അനുസരിച്ചുള്ള ട്രീറ്റ്മെന്റും നീഡ്സ് അനുസരിച്ചുള്ള ചേഞ്ചസും ആണ് വരുത്തേണ്ടത്. ഇത് ഫിസിക്കൽ ഡിഫോമിറ്റി ആയിരുന്നു. ഇനി നമ്മൾ മെന്റലി ഉള്ള ഡിഫോമിറ്റിയാണ് നെക്സ്റ്റ് പറയുന്നത്. ഞാനിപ്പോ ഒരു കുട്ടിയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ മെന്റലി റിട്ടാർഡഡ് ചിൽഡ്രൻ, അത് സ്പെഷ്യൽ ഒരു പ്രോബ്ലം തന്നെയാണ് അവരെ സംബന്ധിച്ച്. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ അവരുടെ ഇമോഷൻസ്, അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, ഇന്റലക്ച്വൽ ഡെവലപ്മെന്റ് ഒന്നും നോർമൽ ചിൽഡ്രനെ പോലെയല്ല. അതേസമയം ഫിസിക്കൽ ഡിസബിലിറ്റിയിലുള്ള കുട്ടികളുടെ അവരുടെ കോഗ്നിറ്റീവ് ഡെവലപ്മെന്റ്, അവരുടെ തിങ്കിങ്, അവരുടെ റീസണിങ് അതെല്ലാം ഒരു നോർമൽ ചിൽഡ്രനെ പോലെ തന്നെയായിരിക്കും. പക്ഷെ മെന്റലി റിട്ടാർഡ് എന്ന് പറഞ്ഞാൽ അവരുടെ നമ്മൾ പറയില്ലേ ബുദ്ധി വളർന്നിട്ടില്ല എന്ന് ഒരു റഫ്ലി പറയണ പോലെ തന്നെ. അപ്പൊ അവർക്കും ഇതുപോലെ സ്പെഷ്യൽ എഡ്യൂക്കേഷൻ തന്നെ വേണം. ഒരു അവരുടെ നീഡ്സ് അത് എല്ലാ കുട്ടികളിലേക്കും ചിലപ്പോൾ എത്തില്ല. ചിലപ്പോൾ ഒരു പെർസെൻറ്റേജ് വെച്ചിട്ട് പറയും, ഈവൻ 80% ഒക്കെ ഉണ്ടെങ്കിൽ അവരെ മാനേജ് ചെയ്യാൻ വളരെ ടഫായിരിക്കും. പല കുട്ടികൾക്കും പഠിക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവില്ല. അവർക്ക് എന്തെങ്കിലും സ്കിൽ ഉണ്ടെങ്കിൽ ചില പെയിന്റ് ചെയ്യുമായിരിക്കും, ചില എന്തെങ്കിലും സാധനങ്ങൾ ക്രാഫ്റ്റ് ഒക്കെ ഉണ്ടാക്കുന്നവരുണ്ടാവുമായിരിക്കും, ചില തുന്നുന്നവരുണ്ടായിരിക്കും, സ്റ്റിച്ചിങ് അതൊക്കെ ചെയ്യും. അപ്പൊ എന്താണോ ആ ഒരു രീതിയിലേക്ക് അവരുടെ സ്കില്ല് മാറ്റിയെടുക്കാവുന്നതാണ്. അവരുടെ മെമ്മറി ഒക്കെ പൂറായിരിക്കും. സാധാരണ ഒരു കുട്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ ചിലപ്പോൾ ചെറിയ ക്ലാസ്സിൽ പഠിച്ച കാര്യങ്ങളൊക്കെ കുറച്ച് 5 വർഷം കഴിഞ്ഞാലും അവന്റെ മെമ്മറിയിലുണ്ടാവും. അവരുടെ മെമ്മറി പോകും. ഈവൻ റിലേഷൻസ് അവർക്ക് ചില സമയത്ത് മനസ്സിലാവില്ല, അല്ലെങ്കിൽ അവരോട് അത്രയും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്ന അവരായിരിക്കും. ഈവൻ അമ്മ അച്ഛൻ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഡിഫോർമേഷൻ വരുന്ന കുട്ടികളുണ്ടായിരിക്കും. പിന്നെ കോംപ്രിഹെൻസേഷൻ, കാര്യങ്ങൾ മനസ്സിലാക്കി അതിനെ റീസൺ ചെയ്യാനോ, അത് ഈവൻ റീഡിങ് പോറായിരിക്കും, വായിക്കാൻ അറിയില്ലായിരിക്കും. ലേണിംഗ് പ്രോസസ്സ് തന്നെ അവർക്ക് വളരെ വീക്കായിരിക്കും. ഇങ്ങനെയുള്ള കുട്ടികളിൽ, കാരണം മറിയ മോണ്ടിസോറി ഫസ്റ്റ് എക്സ്പെരിമെന്റ് ചെയ്തത് ഇങ്ങനെയുള്ള കുട്ടികളിലായിരുന്നു. അവിടെ നല്ല റിസൾട്ട് ഉണ്ടായി. അപ്പൊ എന്താണ് പറയുന്നത്, മോണ്ടിസോറി എൻവയോൺമെന്റ് ആൻഡ് മെറ്റീരിയൽസ് ആർ ഓഫ് ഗ്രേറ്റ് ഹെൽപ്പ് ഫോർ ദീസ് സ്റ്റുഡൻസ്. ഒരു 60 നമ്പറോ 65 നമ്പർ വരുന്ന സ്പെഷ്യൽ കുട്ടികളിലാണ് മറിയ മോണ്ടിസോറി ഇത് ആദ്യം അപ്ലൈ ചെയ്തത്. അവിടെ നല്ല റിസൾട്ട് ആയിരുന്നു. അപ്പോൾ മറിയ ചിന്തിക്കുവാണ്, അങ്ങനെയാണെങ്കിൽ നോർമൽ കുട്ടികളിൽ എന്ത് ഡെവലപ്മെന്റ്, എന്ത് റിസൾട്ട് ഉണ്ടാവും. അങ്ങനെയാണ് ഇത് എല്ലായിടത്തേക്കും അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് അവര് കൺട്രീസ് ഇങ്ങനെ ട്രാവൽ ചെയ്യാൻ തുടങ്ങിയത്. The teachers should deal with these students with good patience. അപ്പൊ ടീച്ചേഴ്സ് ഇങ്ങനെയുള്ള കുട്ടികളെ നല്ല പേഷ്യൻസോടുകൂടി തന്നെ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരും. ഈവൻ കുഞ്ഞു കുട്ടികളാണെങ്കിലും അവർക്ക് റിലേഷൻഷിപ്പ് അറിയില്ല. അവർ ചിലപ്പോ പുതിയതായിട്ട് ഒരാൾ വീട്ടിലേക്ക് വരുമ്പോൾ അവരുടെ ബിഹേവിയർ ചിലപ്പോൾ ശരിയാവണമെന്നില്ല ചെറിയ ഏജിൽ. കുറച്ചുകൂടെ കഴിയുമ്പോഴേക്കും അവർക്കത് മനസ്സിലാവും. അങ്ങനെ ആവുമ്പോൾ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളിലെ ആ ഒരു പ്രശ്നം അവരെ ഡീൽ ചെയ്യാനായിട്ട് പേഷ്യൻസ് തന്നെ, നല്ലൊരു പേഷ്യൻസ് ക്ഷമ നല്ലപോലെ വേണം. പിന്നെ നമ്മൾ നേരത്തെ ഡിസബിലിറ്റീസ് ഫിസിക്കലി പറഞ്ഞ പോലെ തന്നെ ഇവിടെയും അവരുടെ ഡിഫറൻസ്, ആ ഒരു മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് ആ ഒരു പല രീതിയിൽ വ്യത്യാസമായിരിക്കും. അത് ഏജിനനുസരിച്ചും ആ ഒരു ഡിഫറൻസ് വരാം. ചിലപ്പം ചില കുട്ടികൾ, ഇപ്പൊ 10 വയസ്സുള്ള ഒരു മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെന്ന് വിചാരിക്കാം, 6 ഇയേഴ്സ് ഉള്ള വേറൊരു കുട്ടി ഉണ്ടായിരിക്കും. പക്ഷെ രണ്ടുപേരുടെയും മനസ്സിന്റെ വളർച്ച സെയിം ആണെങ്കിൽ അവരെ ഒരേ ഗ്രൂപ്പിലായിരിക്കും ഇടും. നോർമൽ ചിൽഡ്രൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 6 വയസ്സുള്ള ആൾ ഒരു ക്ലാസ്സിലാണെങ്കിൽ 10 വയസ്സുള്ള ആൾ വേറൊരു ക്ലാസ്സിലായിരിക്കുമല്ലോ. പക്ഷെ ഇവിടെ ഏജ് ഒരു കാറ്റഗറി ആയിട്ട് വച്ചിട്ട് ഇവരെ ഓരോ ലെവൽസിലേക്ക് മാറ്റാൻ പറ്റില്ല. അവരുടെ മെന്റൽ സ്റ്റെബിലിറ്റി, സ്റ്റേറ്റ് ഓഫ് മൈൻഡ് വെച്ചിട്ടാണ് അവരെ ഗ്രൂപ്പ് ചെയ്യുന്നത്. സെയിം തന്നെയാണ് മോണ്ടിസോറിയിലും. 4.5 വയസ്സ് തുടങ്ങി 6 വയസ്സ് വരെയുള്ള എല്ലാ കുട്ടികളും ഒരേ ഗ്രൂപ്പ് ആയിരിക്കും. അപ്പൊ ഇവര് സീനിയർ ആയിട്ടുള്ള ഏജിൽ നിന്നും കുറെ കാര്യങ്ങൾ പഠിക്കുന്നു, സീനിയർ ഏജ് ഗ്രൂപ്പിലുള്ളവര് ജൂനിയേഴ്സിൽ നിന്നും കുറെ പഠിക്കുന്നു. ഈ മോണ്ടിസോറി മെത്തേഡിന്റെ ഒരു പ്രത്യേകത അത് തന്നെയാണ് ഇവിടെയും ചെയ്യുന്നത്. ഈക്വൽ ഓപ്പർച്യൂണിറ്റീസ് ആണ് 2 ഏജ് കാറ്റഗറിക്കും കിട്ടുന്നത്.
equal opportunity for education and treatment. അതൊരു ഫിസിക്കലി വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും മെന്റൽ ഏജ് വളരെ ലോ ആയിരിക്കും. അതാണ് ഇവിടെ മെന്റലി റിട്ടാർഡഡ് ആയിട്ടുള്ള കുട്ടികളുടെ വരുന്നത്. മോണ്ടിസോറി മെത്തേഡിലും ഈ ഒരു രീതി തന്നെയാണ് വരുന്നത്. അവിടെ മെന്റലി ഇത് ലോ ആയതുകൊണ്ടൊന്നുമല്ല, അവിടുത്തെ മെത്തേഡ് അത് തന്നെയാണ്. അപ്പൊ വലിയ കുട്ടികളിൽ നിന്നും ചെറിയ കുട്ടികൾ കുറെ കാര്യങ്ങൾ പഠിക്കും, ചെറിയവരിൽ നിന്നും വലിയവരും പഠിക്കും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ലേണിംഗ് അവിടെ നടക്കും. പിന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് ഞാനതിങ്ങനെ ഓർത്തില്ല. നേരത്തെ റിജോ അല്ലേ ചെയ്തോണ്ടിരുന്നേ, ഞാൻ വിട്ടു. പിന്നെ പ്രോപ്പർ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് നമ്മൾ പറഞ്ഞു. മോണ്ടിസോറി മെത്തേഡില് ട്രഡീഷണൽ കൺവെൻഷണൽ രീതിയിലുള്ള ബ്ലാക്ക് ബോർഡ് അങ്ങനെ പഠിപ്പിക്കലൊന്നുമില്ല. അവിടെ പോകുന്ന വഴി അവരങ്ങ് പഠിച്ചു പോകുന്നു, ഗ്രൂപ്പായിട്ട് പഠിച്ചു പോകും ചില കാര്യങ്ങൾ, അങ്ങനെയൊക്കെയാണ് വരുന്നത്. ചില ആക്ടിവിറ്റീസിലൂടെ പഠിക്കുന്നു. ഇവിടെയും അത് തന്നെ, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്, ഇപ്പൊ സ്യൂട്ടബിൾ ആയിട്ടുള്ള ആക്ടിവിറ്റി. ചിലർ ഭയങ്കര എന്താ പറയാ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ട് വരും. അങ്ങനെയുള്ളവർക്ക് അവരുടെ അവർക്ക് ഇങ്ങനെ ഭയങ്കര എന്താ പറയില്ലെങ്കിൽ കുട്ടികളെ പറ്റി ഭയങ്കര പൊരുപൊരുപ്പാണ്. അപ്പൊ അവര് ഭയങ്കര ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും. അവരുടെ എനർജി ഡൗൺ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് അതിനനുസരിച്ചുള്ള ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. അവരങ്ങ് ക്ഷീണിക്കുക, അപ്പൊ അവരങ്ങ് ഒന്ന് സബ്മിസീവ് ആയിട്ടിരിക്കും. ഇവിടെ മെന്റലി റിട്ടയർഡ് ആയിട്ട് കുട്ടികൾക്ക് പ്രോപ്പർ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് കൊടുക്കണം. അവർക്ക് ആക്റ്റീവ് ആകാനും എനർജറ്റിക് ആവാനും വിജിലന്റ് ആവാനും എനർജറ്റിക് ആവാനായിട്ട് പ്രോപ്പർ ആയിട്ട് ആക്ടിവിറ്റീസ് കൊടുക്കണം എന്നാണ് പറയുന്നത്. ഇവർക്ക് സ്പെഷ്യൽ ക്ലിനിക്സ് വരും. സ്പെഷ്യൽ സ്കൂള് നിങ്ങൾ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ, വിസിറ്റ് ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടുവാണെങ്കിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം മനസ്സിലാവും. എറണാകുളം ഏരിയയിലുള്ളവരാണെങ്കിൽ എക്സ്ട്രാ സ്കൂൾ ഉണ്ട് മട്ടാഞ്ചേരിയില്, ഞാൻ അവിടെ പോയിട്ടുണ്ട്. അപ്പൊ അവിടെ നമുക്ക് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ കുട്ടികളെ ഗ്രൂപ്പ് ചെയ്തേക്കുന്നത് കാണാനായിട്ട് പറ്റും. ചിലപ്പോൾ ഒരു ഗ്രൂപ്പിലും കുഞ്ഞു കുട്ടി ഉണ്ടാവും, വലിയ ബോഡി സൈസ് വലുതായിട്ട്, അതായത് ഏജ് കൂടിയ മീശയൊക്കെ വന്ന പിള്ളേരുണ്ടാവും. പക്ഷെ അത് മെന്റൽ ലെവൽ അനുസരിച്ചാണ് അവരെ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത്. ചിലര് ഇതുപോലുള്ള എന്തെങ്കിലും ക്രാഫ്റ്റ് ചെയ്യുന്നവരായിരിക്കും, ചിലർ തയ്ക്കുന്നവരുണ്ടാവും, അങ്ങനെയൊക്കെ. അവര് തയ്ച്ചൊരു ബെഡ്ഷീറ്റ് ഒക്കെ ഞാൻ അവിടെ നിന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നു. സ്പെഷ്യൽ ക്ലിനിക് ആസ് ദീസ് ചിൽഡ്രൻ നീഡ് നോട്ട് ഓൺലി കോഗ്നിറ്റീവ് സപ്പോർട്ട്. അപ്പൊ അവരുടെ സ്കില്ലിനനുസരിച്ച് അവരെ ഇംപ്രൂവ് ചെയ്യാനുള്ള ഒരു സപ്പോർട്ട് മാത്രമല്ല നമുക്ക് വേണ്ടത്, അവർക്ക് മെഡിക്കൽ ട്രീറ്റ്മെന്റ് ആവശ്യമായിട്ട് വരും. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക്സ് മേബി അങ്ങനെ പീരിയോഡിക് ആയിട്ട് ഇപ്പം അങ്ങനെയുള്ള സ്കൂളുകളിൽ ചിലപ്പോൾ അവരെ വിസിറ്റ് ചെയ്യുന്ന ഡോക്ടേഴ്സ് ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഹെൽത്ത് ടീം ഉണ്ടായിരിക്കാം, ആരെങ്കിലുമായിട്ട് ടൈപ്പ് ചെയ്ത് ഏതെങ്കിലും ക്ലിനിക്കുമായിട്ട് ടൈപ്പ് ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ അവർക്ക് അവിടെ തന്നെ ഉള്ള സ്റ്റാഫ് ഉണ്ടായിരിക്കാം. ഇടയ്ക്കിടയ്ക്ക് അത് ചെക്ക് ചെയ്യേണ്ടതാണ്. അവർക്ക് കോഗ്നേറ്റീവ് സപ്പോർട്ട്, അവരുടെ മെന്റൽ ബാലൻസ് നേരെയാക്കുന്ന സപ്പോർട്ടും മാത്രമല്ല, അവരുടെ ഹെൽത്ത് കൂടെ നോക്കുന്ന രീതിയിലുള്ള ഒരു സപ്പോർട്ട് വേണം. പിന്നെ അതുപോലെ നോർമൽ സ്കൂളിലെ കുട്ടികൾ ഇങ്ങനെയുള്ള കുട്ടികളെ കാണുമ്പോൾ, ചെറുപ്രായത്തിൽ കേട്ടോ, അങ്ങനെ കാണുമ്പോൾ അവരെ നമ്മൾ ആ ഒരു വേർഡ് യൂസ് ചെയ്യുന്ന തന്നെ തെറ്റാണ്. മന്ദബുദ്ധികൾ എന്നുള്ള വേർഡ് യൂസ് ചെയ്യരുത്. ഒരു സ്പെഷ്യൽ ബ്ലെസ്ഡ് കിഡ്സ് എന്നുള്ള രീതിയിൽ തന്നെ നമ്മൾ നമ്മളുടെ കുട്ടികൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവരുടെ നേരെ ചിരിക്കരുത്, അങ്ങനെയുള്ള കാര്യങ്ങൾ. അങ്ങനെയുള്ള അറ്റംപ്റ്റ് ഒക്കെ വരുവാണെങ്കിൽ അതൊക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് ടീച്ചേഴ്സ് ശ്രദ്ധിക്കണം. ഞാൻ ഇന്റർവെൻഷൻ നടത്തുന്ന +1+2 കുട്ടികൾ അവരെ സ്കൂളിൽ നിന്നും ലേറ്റ് ആയി വന്നു കഴിഞ്ഞാൽ ഒരാഴ്ചത്തേക്ക് സസ്പെൻഡ് ചെയ്തു. അപ്പൊ നമ്മൾ ആ കുട്ടികൾക്ക് കൊടുത്ത ആക്ടിവിറ്റി ഈ സ്കൂളിൽ പോവുക എന്നുള്ളതായിരുന്നു. സ്പെഷ്യൽ സ്കൂളിൽ ഇവരവിടെ ചെന്നു, ആ കുട്ടികൾ ചെയ്യുന്ന ക്രാഫ്റ്റ് വർക്കിന് അവരെ ഹെൽപ്പ് ചെയ്തു. ക്രിസ്മസ് ടൈം ആയിരുന്നു. അപ്പൊ ക്രിസ്മസ് ട്രീയിൽ തൂക്കുന്ന കുറെ സാധനങ്ങളൊക്കെ അവർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അത് ഉണ്ടാക്കാനും അത് പെയിന്റ് ചെയ്യാനും ഈവനിങ് ടൈമില് കുട്ടികളുമായിട്ട് ഫുട്ബോൾ കളിക്കാനും അവരെ ഫുട്ബോൾ പഠിപ്പിക്കാനും. ഈ ഭയങ്കര അലമ്പന്മാരായിരുന്ന ഒരു ഗ്രൂപ്പിനെയായിരുന്നു അവര് ക്ലാസ് ലേറ്റ് ആയി വന്നതിന് അവരെ സസ്പെൻഡ് ചെയ്തപ്പോ അവർക്ക് കൊടുത്ത ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അവരെ ചുമ്മാ വീട്ടിലെടുത്തതിനേക്കാളും നല്ലത്, വീട്ടിലിരുന്ന മൊബൈൽ നോക്കും, കറങ്ങി നടക്കും, ഉറങ്ങും, TV കാണും, അതൊക്കെയല്ലേ ചെയ്യുന്നു. അപ്പൊ അവരെ നേരെ ഒരാഴ്ച ആ സ്കൂളിലേക്ക് അങ്ങ് മാറ്റി. ഭയങ്കര വ്യത്യാസമായിരുന്നു നമ്മുടെ കുട്ടികളിൽ വന്നത്. ആ കുട്ടികളുമായിട്ട് പെട്ടെന്ന് മേർജായി. +2 എന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ കളിയാക്കുന്ന അവർക്ക് അറിയാൻ പറ്റും, അവർക്ക് അങ്ങ് ചിന്തിക്കാൻ തുടങ്ങി. സ്വന്തം ഫിസിക്കൽ അഡ്വാൻറ്റേജും
ഈ കുട്ടികൾക്കുള്ള ഡിഫോമിറ്റീസും കൂടെ ആയിട്ട് അവര് ഭയങ്കരമായിട്ട് അപ്പൊ അവർക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ളൊരു ഫീലിങ്സ് വന്നു. പിന്നെ വെൽഫെയർ സർവീസസ് ഫോർ നോർമൽ ചിൽഡ്രൻ, സ്പെഷ്യൽ കെയർ ഒക്കെ അവർക്ക് കൊടുക്കുന്നുണ്ട്. ഇവർക്ക് വേണ്ടിയിട്ട് ഇവരെ സംരക്ഷിക്കുന്നതിന് ഇതുപോലെ ചൈൽഡ് വെൽഫെയർ എന്നുള്ളതിൽ ഇവരുടെ വെൽഫെയറും എല്ലാം വരും. സ്പെഷ്യൽ കെയറും ഡെവലപ്മെന്റും അവർക്ക് ചില ബെനിഫിറ്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ശരിക്കും മോണ്ടിസോറി എഡ്യൂക്കേഷനിലും ഈ ഒരു കൺസെപ്റ്റ് തന്നെയാണ് ഇൻഡിവിജ്വൽ അറ്റൻഷൻ. ഓരോ കുട്ടിക്കും ഇൻഡിവിജ്വൽ അറ്റൻഷൻ കൊടുക്കും, പക്ഷെ അവിടെ ഒരു കൺട്രോൾ ഇല്ല, ഫ്രീഡം വിത്തിൻ ദ ലിമിറ്റ് എന്നുള്ള രീതിയിലാണ് അവരെ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇതുകൊണ്ടാണ് മറിയ മോണ്ടിസോറി സ്പെഷ്യൽ സ്കൂളിൽ ആദ്യം ഇത് അപ്ലൈ ചെയ്തു, ഇവിടെ നല്ല വിജയിച്ചപ്പോൾ പിന്നെ ബാക്കിയുള്ളപ്പം അങ്ങനെയുള്ള സ്പെഷ്യൽ സ്കൂളിലും ഈ മോണ്ടിസോറി കൺസെപ്റ്റ് ആണ് കുറെയൊക്കെ നടക്കുന്നത് എന്നുള്ളത് നമുക്ക് മനസ്സിലാവും. നിങ്ങൾക്ക് പറ്റിയാൽ ഈ പറയുന്ന പോലെ ബഡ് സ്കൂളിലോ ഏതെങ്കിലും സ്പെഷ്യൽ സ്കൂളിലോ ഒക്കെ കൊടുക്കും. ഓക്കെ, എന്തെങ്കിലും പറയാനുണ്ടോ? സിമ്പിൾ ഒരു ചാപ്റ്റർ അല്ലേ ഇത്, ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ, നമ്മള് കുറെയൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. പറ്റിയാൽ വിസിറ്റ് ചെയ്യുക ഇങ്ങനത്തെ സ്കൂളുകൾ. എനിത്തിങ്, എന്തെങ്കിലും സംശയം? കഴിഞ്ഞു, ആ ചാപ്റ്റർ കഴിഞ്ഞു കേട്ടോ. എനി ഡൗട്ട്സ്? ഉണ്ടായിരിക്കുവാണോ? ക്ലിയർ ആണ് മാം. പറ്റിയാൽ നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്ത് തുടങ്ങും കേട്ടോ. ഇങ്ങനത്തെയൊക്കെ നമുക്ക് എവിടെയെങ്കിലും കാണാനൊക്കെ പറ്റുവാണ്, ഇതുപോലത്തെ സ്കൂളുകൾ നമുക്ക് കാണാൻ പറ്റുവാണെങ്കിൽ വിസിറ്റ് ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, പിന്നെ വൈൻഡപ്പ് ചെയ്യാം. വേറെ ഇതൊന്നുമില്ലല്ലോ. ഞാൻ മാമിന്റെ നമ്പർ തന്നിട്ടുണ്ടായിരുന്നു ചാറ്റ് ബോക്സിൽ, അത് നോട്ട് ചെയ്യാം. എന്തെങ്കിലും നിങ്ങൾക്ക് ടെക്നിക്കലി ആണെങ്കിലും അഡ്മിനിസ്ട്രേറ്റീവ് ലെവലിലാണെങ്കിലും എന്തെങ്കിലും ഇത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ നമ്പറിൽ വിളിച്ചോളാൻ പറഞ്ഞ മാം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ചിലപ്പോൾ സാറിനെ വിളിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ, സാർ തിരക്കാണെങ്കിൽ മാമിനെ വിളിച്ചു. ഓക്കെ, നാളെ നമുക്ക് സൈക്കോളജി. അപ്പോൾ പകല് ഒരു ഹാഫ് ആൻ അവറെങ്കിലും എടുത്ത് റിക്സന്റെ മിഗ്ഡോസ്കിയുടെ പിയാഗെറ്റിന്റെ നമ്മൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ചാപ്റ്ററിൽ പറഞ്ഞുപോയി. ഇതിന്റെ ക്വസ്റ്റ്യൻ ആൻസർ നാളെ ക്ലാസ് റൂമിൽ വരും. ഈ ചാപ്റ്ററിന്റെ ഓരോ ചാപ്റ്ററിൽ വരുമ്പോഴാണല്ലോ. റെക്കോർഡ്സ് ഒക്കെ എഴുതി ഒരു ഇതൊക്കെ ആയോ? മിസ്റ്റർ, അത് ക്ലാസ് റൂമിൽ സബ്മിറ്റ് ചെയ്യാൻ പറ്റാത്ത നമുക്ക് വാട്സപ്പ് ചെയ്യാൻ പറ്റുമോ? ചോദിക്കട്ടെ കേട്ടോ. ഓക്കെ. കോൺവെക്കേഷൻ ഞാൻ ഫസ്റ്റ് ബാച്ച് ആണല്ലോ നിങ്ങള്, കോൺവെക്കേഷൻ ഒക്കെ നടത്തുന്നത് നല്ലതായിരിക്കും. ഞാൻ ചോദിച്ചു നോക്കാം, നിങ്ങൾക്ക് ചോദിക്കാലോ. ഇത്രയും ദൂരെ നിന്ന് എല്ലാവരും ഒക്കെ വരുമോന്ന് അറിയില്ലല്ലോ, എവിടെയെങ്കിലും ഒരു സ്ഥലത്തല്ലേ നമുക്ക് വെക്കാൻ പറ്റുള്ളൂ. എല്ലാവർക്കും താല്പര്യം ഉണ്ടോ? സമയമാകുമ്പോ നമുക്കത് റിക്വസ്റ്റ് ചെയ്യാം. ഓക്കെ, എനിക്കും താല്പര്യമുണ്ട്. ഇനി സബ്മിഷന്റെ അതൊന്ന് ക്ലിയർ ആക്കട്ടെ. ഞാൻ വിചാരിച്ച ആ ഇഷ്യൂസ് എല്ലാം ഒന്ന് മാറി എല്ലാം ക്ലിയർ ആയി എന്ന് വിചാരിച്ചു. ഇല്ല മിസ്സേ, ഞങ്ങളെ പിള്ളേരൊക്കെ ഉള്ള കാരണേ ഫ്രീ ടൈമിൽ ഇരുന്നിട്ടൊക്കെയാണ് ചെയ്യണത്. അപ്പൊ ചെയ്യണത് അയക്കായിരുന്നു. ഇപ്പൊ വെക്കേഷൻ ആയപ്പോഴാണ് ചെയ്തു തുടങ്ങിയത്. 3 പിള്ളേരുണ്ട്. അപ്പൊ അവരിട്ട് ഇത് ചെയ്യൽ എളുപ്പല്ലേ, അത് കാരണം സ്ലോ ആയത്. അപ്പൊ ഇത് ഓരോന്ന് കഴിയുന്ന ചെയ്തുവായിരുന്നു. പിന്നെ അയക്കാൻ നോക്കി കഴിഞ്ഞപ്പോ പറ്റണില്ല. മറ്റേതിൽ ഏഡ് വർക്ക് കാണിക്കാറുണ്ട്, ഇപ്പൊ ഏഡ് വർക്ക് കാണിക്കണില്ല. ആണോ? ഓക്കെ ഓക്കെ, ശരി. വേറെ ഒന്നുമില്ലല്ലോ, ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ ഈ ഒരു ടോപ്പിക്? നമ്മളെല്ലാരും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം തന്നെയാണ് ചൈൽഡ് വെൽഫെയർ. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സർവീസസ് എല്ലാം ഇതിൽ വരും. വൈൻഡപ്പ് ചെയ്യാം. Okay, miss. Yes, ma'am. Okay, ma'am. Thank you, ma'am. Thank you, miss. Good night, ma'am. Thank you, ma'am. Good night, ma'am. Thank you, ma'am.